Hey everybody, welcome to JD's Garage. നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് നമുക്ക് കുറേ ലോങ് സ്റ്റാൻഡിങ് ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ നമ്മൾ അംബാസഡർ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫിയറ്റിൻ്റെ പല മോഡൽസ് പറയുകയാണെങ്കിലും ഓൾ ഓഫ് ദം ഫ്രം ദ 50s ഓൺവേർഡ്സ് ടിൽ അവരുടെ ഒരു എൻഡ് ഓഫ് പ്രൊഡക്ഷൻ വരെ ഇൻ ദ ലേറ്റ് 90s ഏർലി 2000s ഒരു ലാർജ്ലി അൺചേഞ്ച്ഡ് ആയിട്ട് ഇരുന്ന കുറേ വണ്ടികളാണ്. കുറേ വേർഷൻസും മോഡൽസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദേ വേ പ്രിറ്റി മച്ച് ദ സെയിം. ആൻഡ് നമ്മുടെ ഒരു ലാക്ക് ഓഫ് ഇന്നോവേഷൻ കാരണം മാത്രം മുന്നോട്ട് പോയിരുന്ന കുറേ മോഡൽസാണ് അതെല്ലാം. എന്നാൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓർ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇസ് 25 years ഓഫ് ഇന്ത്യാസ് മോസ്റ്റ് എപ്പിക് സെഡാൻ, ദി ഹോണ്ട സിറ്റി. സോ നമ്മൾ ഈ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ വി ഹാവ് ടു ഗോ ബാക്ക് എ ലിറ്റിൽ ബിറ്റ് ഇൻ ടൈം. സോ mid-90s ആണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് വാസ് ഓപ്പണിംഗ് അപ്പ്. ആൻഡ് നമുക്ക് ലക്ഷറി കാർസ് അതുവരെ നമ്മുടെ കയ്യിൽ ആക്കുണ്ടായിരുന്ന മാരുതി 1000ഉം പിന്നെ ലേറ്റർ മാരുതി എസ്റ്റീം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആൻഡ് അവിടെ നിന്ന് ബാക്കി അതിന് മുമ്പുണ്ടായിരുന്ന ലക്ഷറി കാർസ് യോർ കോണ്ടസ 118 ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഫേസ് ഔട്ടായിട്ട് മാർക്കറ്റ് ഓപ്പൺ അപ്പ് ആവുമെന്ന് വെച്ചിട്ട് ബാക്കി കുറേ ഇൻട്രസ്റ്റിംഗ് വണ്ടികൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ തുടങ്ങി. സോ ലക്ഷറി സെഗ്മെൻറ്റ് നോക്കിയാൽ യു ഹാഡ് ദി ഓപ്പൽ ആസ്ട്ര, യു ഹാഡ് ദി ഫോർഡ് എസ്കോർട്ട്, പിന്നെ ഓഫ് കോഴ്സ് ദി എസ്റ്റീം, അങ്ങനത്തെ സാധനങ്ങളെല്ലാം CLO അങ്ങനത്തെ വണ്ടികളെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. ആൻഡ് ആ സമയത്താണ് ഹോണ്ട ഡിസൈഡഡ് ടു കം ഇൻ ടു ഇന്ത്യ. ആൻഡ് ഹോണ്ടയ്ക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അൺലൈക്ക് ഓപ്പൽ ഓർ ഡേവു ഓർ ബാക്കി എനി അതർ കമ്പനീസ്, ഹോണ്ട വാസ് എ വെരി വെൽ നോൺ കമ്പനി റൈറ്റ് ഫ്രം ദി 80s. നമുക്കൊരു ഏർലി 80s അല്ലെങ്കിൽ ഒരു mid-80s മുതൽ ഹോണ്ടയുടെ പല വണ്ടികളും നമുക്ക് ഇന്ത്യയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. യു ഹാഡ് അക്കോർഡ്, സിവിക്സ്, ഈ വണ്ടികളെല്ലാം പീപ്പിൾ യൂസ് ടു ഇമ്പോർട്ട് പ്രൈവറ്റ്ലി TRൽ. അതേപോലെ തന്നെ നമ്മുടെ STCയിൽ നിന്ന് ഓപ്ഷന് വരുന്ന കുറേ വണ്ടികളും ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഇമേജ് നല്ലോണം ഈ ബ്രാൻഡിന് വളർന്നായിരുന്നു. നമുക്കൊരു 80siലത്തെ മലയാളം സിനിമകളെടുത്ത് നോക്കിയാൽ തന്നെ അതുവരെ മെർസിഡീസും ഇംപാലയും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഹീറോസ് എല്ലാവരും അക്കോർഡും സിവിക്കും അങ്ങനത്തെ ഒരു കാറ്റഗറി വണ്ടികളിലോട്ട് മാറി. ആൻഡ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിനോട് ഭയങ്കര ഡിസൈറബിലിറ്റിയും ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ഫാക്ടറും ഉണ്ടായിരുന്നു. മെയിൻലി ബിക്കോസ് they were dead reliable and quite comfortable and good to drive. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്ന ഒരു വണ്ടിക്ക് വേണ്ടി ഇത് ഇന്ത്യൻ മാർക്കറ്റ് വാസ് വെയിറ്റിംഗ്. ആൻഡ് ആ സമയത്തുണ്ടായിരുന്ന ബാക്കി വണ്ടികൾ നോക്കിയാൽ ഒന്നും പ്രത്യേകിച്ച് ഒരു ട്രബിൾ ഫ്രീ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് അല്ല കൊടുത്തിരുന്നത്. ബീറ്റ് ഓർ ഓപ്പൽസ് ഓയോ ഡേവൂസ് ഓർ എനിത്തിങ് പേഷോ എന്തെടുത്താലും അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറേ തലവേദനകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 98ൽ ഹോണ്ട ഇന്ത്യയിലോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ ദ മാർക്കറ്റ് ഗ്രീറ്റഡ് ദം വിത്ത് വൈഡ് ഓപ്പൺ ആംസ്. 98 ഓട്ടോ എക്സ്പോയിലാണ് ഹോണ്ട ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് ഇറങ്ങുന്നത്. ആൻഡ് അതിന് അവർ ചൂസ് ചെയ്ത വണ്ടി എന്ന് പറയുന്നത് ഹോണ്ട സിറ്റിയാണ്. നമ്മൾ അത് ഏറ്റവും കൂടുതൽ JDM എന്നൊക്കെ പറയുമെങ്കിലും ഇറ്റ് വാസ് എ കാർ ദാറ്റ് വാസ് ഫോക്കസ് ടുവേർഡ്സ് എ തായ് മാർക്കറ്റ്. ആൻഡ് അവർ ആ വണ്ടി ചൂസ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തായ് മാർക്കറ്റിലെയും ഇന്ത്യൻ മാർക്കറ്റിലെ റിക്വയർമെൻറ്റ്സ് വേ മോർ ഓർ ലെസ് ദ സെയിം. നമുക്കൊരു ഇക്കോണമിക്കൽ വാല്യൂ ഫോർ മണി മോട്ടറിങ് വിത്ത് കംഫർട്ട് ആൻഡ് ദ അസോസിയേറ്റഡ് ഹോണ്ട ഡ്രൈവിംഗ് പ്ലഷർ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞ വണ്ടി ഇന്ത്യയിൽ ഇറക്കാൻ തീരുമാനിച്ചത്. ലിറ്റിൽ ഡിഡ് ദേ നോ ദാറ്റ് ഇയേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ ആ ഒരു സെഗ്മെൻറ്റിനെ തന്നെ ഡിഫൈൻ ചെയ്യുന്നൊരു വണ്ടിയായിരിക്കും. ആൻഡ് വേറെ എത്ര വണ്ടികൾ, എത്ര മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വേരിയൻസ് എന്തൊക്കെ ഇറങ്ങിയാലും ഇറ്റ് ഇസ് സ്റ്റിൽ ദ സിറ്റി സെഗ്മെൻറ്റ്. ആൻഡ് എല്ലാവരും സിറ്റീൻ്റെ കൂടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയാണ് ബാക്കി ആ റേസിൽ തന്നെ ഓടുന്നത്. നമുക്ക് ഈ സിറ്റി എന്നുള്ള ബ്രാൻഡ് ഹോണ്ടയ്ക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയണമെങ്കിൽ ഹോണ്ടയുടെ ഇന്ത്യൻ ജേർണി നോക്കിയാൽ മതി. അവർ പല വണ്ടികളും ഇറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് യു ഹാഡ് ദ CRV, MAs, WRV, ജാസ്, പല പല വേർഷൻസും പല പല മോഡൽസും ഇറക്കിയിട്ടുണ്ട്. എന്നാൽ തുടക്കം തൊട്ട് ഇതുവരെ ഡിസ്കണ്ടിന്യൂ ആവാത്ത ഒരേ ഒരു മോഡൽ സത്യം പറഞ്ഞാൽ ഹോണ്ട സിറ്റി തന്നെയാണ്. ബാക്കിയെല്ലാം ഇടയിൽ വെച്ച് വന്നു, കുറച്ച് കഴിയുമ്പോൾ പോയി, പിന്നെ ഇൻട്രൊഡ്യൂസ് ആയി, അങ്ങനെയാണ്. എന്നാൽ ദ സിറ്റി വാസ് സോ ക്രിട്ടിക്കൽ ടു ഹോണ്ട സക്സസ് ഇൻ ഇന്ത്യ ദാറ്റ് ദേ ഓൾവേസ് ഹാഡ് റെഗുലർ അപ്ഡേറ്റ്സ് ആൻഡ് ഒരു കണ്ടിന്യൂസ് മോഡൽ ഫ്ലോ ആണ്. അങ്ങനെയാണ് ഈ വണ്ടി 25 കൊല്ലം ലിറ്ററലി അൺറൈവൽഡ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. നമുക്ക് 5 ജനറേഷൻസിലാണ് ഹോണ്ട സിറ്റി ഇന്ത്യയിൽ അവൈലബിൾ ആയത്. എന്നാൽ ഈ സിറ്റി എന്നുള്ള പേര് നമുക്ക് ഇന്ത്യയിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ എബ്രോഡ് വളരെ പോപ്പുലർ ആയിരുന്നു. ബാക്ക് ഇൻ ദി 80s they had a very interesting ഒരു ബോക്സി ഹാച്ച് ബാക്ക് വിച്ച് വാസ് കോൾഡ് ദ ഹോണ്ട സിറ്റി. ആൻഡ് ആ വണ്ടി ഇറ്റ് വാസ് എ ടെസ്റ്റ് ബെഡ് ഫോർ എ ലോട്ട് ഓഫ് തിങ്സ്. ആൻഡ് ഈവൻ ദ ഹോണ്ട NSXൻ്റെ മിഡ് എൻജിൻ ആ ഒരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെ പെർഫോം ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയിലാണ് അവരതിനെ ടെസ്റ്റ് ബെഡായിട്ട് ഉപയോഗിച്ചിരുന്നത്. So in a way the Honda City has contributed to even legendary cars like the Honda NSX. So the 80s City നമുക്ക് ഇന്ത്യയിൽ വലിയ റെലവൻറ്റ് അല്ല. കാര്യം we never saw that and I don't think there is even a single car in India. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള വന്ന സിറ്റീസ് എല്ലാം നമ്മുടെ മാർക്കറ്റിനും ആൻഡ് നമ്മുടെ കസ്റ്റമേഴ്സിനും എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡൽ റേഞ്ചാണ്.
അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ടു സെലിബ്രേറ്റ് 25 ഇയേഴ്സ് ഓഫ് ദ ലെജൻഡറി ഹോണ്ട സിറ്റി വി ഹാവ് ബ്രോട്ട് വൺ കാർ ഓഫ് എവറി ജനറേഷൻ. നമുക്ക് 5 ജനറേഷൻ വന്നിട്ടുണ്ട്. ആൻഡ് ഹോണ്ട വെരി കൺസിസ്റ്റൻ്റ്ലി അവർ ഓരോ ജനറേഷനിലും കറക്റ്റ് മിഡ് ലൈഫ് ആകുമ്പോൾ ഒരു അപ്ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കൊല്ലങ്ങളിലൊക്കെ അത് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു. ആൻഡ് ലേറ്റർ ജനറേഷൻസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് ഇൻക്രിമെൻ്റൽ ചേഞ്ചസും മാർക്കറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ആഡിങ്ങും അങ്ങനെയായി മാറി. ബട്ട് സ്റ്റിൽ എല്ലാ ഒരു 2.5 വർഷം 3 വർഷം ആകുമ്പോഴേക്കും യു വിൽ സീ an update for all the generations. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വി ഹാവ് ബേസിക്കലി ദ ഫസ്റ്റ് ജനറേഷൻ ടു ദ 5th ജനറേഷൻ. ഇതിൻ്റെ നെയിമിംഗ് നോമൻക്ലേച്ചർ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ആൾക്കാർ ടൈപ്പ് 2 എന്ന് വിളിക്കും, പക്ഷേ ദാറ്റ് ഇസ് ജസ്റ്റ് എ ഫേസ് ലിഫ്റ്റ്. സോ നമുക്ക് ആ കാര്യങ്ങളും അതേപോലെ ഈ എല്ലാ വണ്ടികളുടെ ഒരു ഇൻഡെപ്ത് റിവ്യൂലോട്ട് ഒന്ന് കിടക്കാം. നമ്മൾ ഹോണ്ട സിറ്റിയുടെ ജേർണി പറയുമ്പോൾ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ് വൺ. ആൻഡ് ഐ ഫീൽ പേഴ്സണലി ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹോണ്ട സിറ്റി ഫോർ ദ ഇന്ത്യൻ മാർക്കറ്റ് ആൻഡ് അൺഡൗട്ടഡ്ലി ദ മോസ്റ്റ് ലവ്ഡ് വൺ ഓൾസോ. നമുക്ക് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഈ ഒരു ജനറേഷൻ്റെ ഏറ്റവും ഡിസൈറബിൾ കളക്റ്റബിൾ എപ്പിക് വേർഷൻ തന്നെ പറയാം, ദ VTEC. സോ ഈ ജനറേഷൻ തുടങ്ങുന്നത് 1998 പ്രീ ഫേസ് ലിഫ്റ്റ്, ദാറ്റ് ഈസ് ദ ടൈപ്പ് 1 ഹോണ്ട സിറ്റി. ഇപ്പോൾ അത് കാണാൻ പോലും കിട്ടാനില്ല. ആ ടൈപ്പ് 1 ഹോണ്ട സിറ്റി ഇറങ്ങിയായിരുന്നു വിച്ച് ടുക്ക് ദ മാർക്കറ്റ് ബൈ സ്റ്റോം. ആൻഡ് അതിൻ്റെ ഫസ്റ്റ് ഫേസ് ലിഫ്റ്റാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ദിസ് ഇസ് ദ VTEC. ടൈപ്പ് 1 ഹോണ്ട സിറ്റി 98 ഇറങ്ങുമ്പോൾ ഇറ്റ് ലുക്ക് ലൈക്ക് എ റിയൽ JDM കാർ. അതിനകത്ത് നമുക്ക് ക്ലിയർ ലൈൻസ് ഹെഡ്ലൈറ്റ്സ് അല്ല, ആംബർ കോർണർ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അത് ശരിക്കും ഒരു ജാപ്പനീസ് വണ്ടി കൊണ്ടിറക്കിയ 90s ജാപ്പനീസ് വണ്ടിയാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് വെൻ ദ മാർക്കറ്റ് സ്റ്റാർട്ടഡ് ഓപ്പണിംഗ് അപ്പ് ആൻഡ് യു ഹാഡ് മോർ കാർസ് വിച്ച് വർ ലുക്കിംഗ് മോർ മോഡേൺ, അങ്ങനെയാണ് അവർ ഈ ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നത് വിച്ച് ഇസ് ഓൾസോ കോൾ ദ ടൈപ്പ് 2. ഇതിനകത്ത് ഈ ക്ലിയർ ലൈൻസ് എലമെൻസും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഈ വണ്ടി വിത്ത് എ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻസൈഡ്. നമുക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ദ ഫസ്റ്റ് ജനറേഷൻ ഹോണ്ട സിറ്റി ഓടിക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ അഗൈൻ ഇത് ഫേസ് ലിഫ്റ്റാണ്. ആൻഡ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓടിക്കുന്ന വണ്ടി ഇസ് ദ ടൈപ്പ് 2 VTEC. ടൈപ്പ് 1 1998 ഹോണ്ട ആദ്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓട്ടോ എക്സ്പോ 98 ഈ വണ്ടി കാണിക്കുന്നത്. ആൻഡ് ദ ഹോൾ കൺട്രി വാസ് ലിറ്ററലി ഷോക്ക്ഡ് ഈ ഒരു വണ്ടി കാണാനായിട്ട്. കാര്യം അത്രയും കാലം എല്ലാവരും കാത്തിരുന്നൊരു വണ്ടിയാണ്, അത്രയും കാലം ആൾക്കാർ കാത്തിരുന്നൊരു ബ്രാൻഡാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഹോണ്ട മേടിക്കാൻ പറ്റും എന്നുള്ളത്. അത്രയും ഒരു ആസ്പിറേഷണൽ ബ്രാൻഡായിരുന്നു ഹോണ്ട. ആ സമയത്തുള്ള വേറെ വണ്ടികൾ നോക്കുകയാണെങ്കിൽ സേ ഓപ്പൽ ആസ്ട്ര അല്ലെങ്കിൽ ഡേവു സിയല്ലോ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ വൈൽ ദീസ് വെർ ലക്ഷറി കാർസ് ഫ്രം ദീസ് മാനുഫാക്ചറേഴ്സ്, അവർ ആ ഒരു ഡ്രൈവിങ്ങിന് അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആ ഒരു ടൈമിലുള്ള ബാക്കി വണ്ടികൾ നോക്കി എല്ലാവർക്കും പവറൊക്കെ ഉണ്ട്, 1.6 ലിറ്റർ എൻജിൻസും 1.8 ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് എങ്കിലും ആരും ഒരു പെർഫോമൻസ് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹോണ്ടയുടെ DNA തന്നെ വരുന്നൊരു ഭാഗമാണ് പെർഫോമൻസ് ഓർ റിഫൈൻമെൻറ്റ്, ഡ്രൈവിംഗ് പ്ലഷർ എന്നുള്ളത്. സോ ഈവൺ വെൻ ദേ മേഡ് എ ലക്ഷറി കാർ, അത് ഇറ്റ് വാസ് എപ്പിക് ടു ഡ്രൈവ്. ആൻഡ് ആ സമയത്ത് നമുക്ക് 1.3 ലിറ്ററും 1.5 ലിറ്റർ എഞ്ചിനും വെച്ചിട്ടാണ് അറ്റ് ലോഞ്ച് ഇറക്കിയത്, വിച്ച് വാസ് അൺഹേർഡ് ഓഫ്. കാര്യം അത് മുമ്പേ ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിയും ഒരു എഞ്ചിൻ ഇറക്കി കഴിഞ്ഞാൽ അതിനെ മാക്സിമം ഫ്ലോഗ് ചെയ്യുക, ഉള്ള കാലം അതിനിട്ട് ഓടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ബാക്കി കോമ്പറ്റേറ്റർ ബ്രാൻഡ്സ് ഒന്നും ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഈ വണ്ടി 1.3 അവർ ഉദ്ദേശിച്ചത് എസ്റ്റീം അങ്ങനത്തെ വണ്ടികളായിട്ട് കമ്പീറ്റ് ചെയ്യാനായിട്ടും, അതേപോലെ ദ 1.5 ലിറ്റർ വാസ് ടു കമ്പീറ്റ് വിത്ത് ദ ആസ്ട്ര, ദ CLO ആൻഡ് ദ ലാൻസേഴ്സ് ഓഫ് ദ ടൈം. അങ്ങനെ ഈ 2 എഞ്ചിൻ വെച്ചിട്ട് ഈ വണ്ടി ലോഞ്ചായി. ഒരു വൈഡ് റേഞ്ച് ഓഫ് വേരിയൻസ് ഉണ്ടായിരുന്നു. യു ഹാവ് ദ വെരി അഫോർഡബിൾ 1.3 LXi. നമ്മൾ തീരെ കാണാത്തൊരു വേർഷനാണത് ആക്ച്വലി. കാര്യം അതൊരു വീൽ കപ്പ് പോലും ഇല്ലാത്തൊരു വണ്ടിയായിരുന്നു. സെൻറ്റർ ഹബ് ക്യാപ്സ്, വെരി ബേസിക് സ്റ്റഫ്, പവർ വിൻഡോസ് ഇല്ല, അങ്ങനെ കുറേ ബേസിക് ഫീച്ചേഴ്സ് വരെ മിസ്സിംഗ് ആയിരുന്നു. പക്ഷേ എൻട്രി പ്രൈസ് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി അത് കുറച്ച് വിറ്റിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ പീപ്പിൾ ഫിഗർ ഔട്ട് ദാറ്റ് നമ്മൾ ലക്ഷറി കാർ മേടിക്കുകയാണെങ്കിൽ മൈറ്റ് ആസ് വെൽ ബൈ എ ലക്ഷൂറിയസ് വേർഷൻ. അതുകൊണ്ട് തന്നെ ദ മോസ്റ്റ് പോപ്പുലർ വേർഷൻ ഓഫ് ദാറ്റ് വാസ് ദ 1.3 EXi. അത് കഴിഞ്ഞിട്ട് ദെൻ യു ഹാവ് ദ 1.5 ലിറ്റർ എഞ്ചിൻ വെയർ തിങ്സ് റിയലി ബിക്കേം സീരിയസ്. കാര്യം ആ സമയത്ത് 100 bhp ഹൈപ്പർ 16 വാൽവ് ഒരു സിംഗിൾ ഓവർ ഹെഡ് ക്യാം എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് റിയലി എൻ എൻതൂസിയാസ്റ്റ് ഡിലൈറ്റ്. സ്റ്റാർട്ടിംഗ് ടൈമിൽ അവർ യു ഹാഡ് ദ റെഗുലർ 1.3 LXi, EXi, 1.5 EXi വേരിയൻസ്. ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്ലി ഹോണ്ട ഒരു ഓട്ടോമാറ്റിക് വേർഷൻ എന്ന് ഇറക്കിയായിരുന്നു. ഇറ്റ് വാസ് ദ 1.5 EXi 480. അതിന് ബാക്കിൽ ചെറിയ 480 എന്നൊരു ബാഡ്ജും കൂടെ ഉണ്ടായിരുന്നു. 4 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ആ തുടക്കം തൊട്ട് till now Honda City has always offered an automatic transmission.
ആൻഡ് എപ്പോഴും അവർ ആ ട്രാൻസ്മിഷൻ ടൈപ്സും കാര്യങ്ങളും വെച്ച് പ്ലേ അറൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ജനറേഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആയിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ ലാർജ് പാർട്ട് ഓഫ് ദ അപ്പീൽ. കാര്യം അതുവരെയുള്ള വണ്ടികൾക്കെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ യു ഹാഡ് ദി ഓട്ടോമാറ്റിക് ഓപ്പൽ ആസ്ട്ര, പക്ഷേ അത് നമുക്ക് ഷോറൂമിൽ നിന്ന് മേടിക്കാൻ തന്നെ കുറച്ച് പേടിയാവും. കാര്യം നമുക്കറിയാം അത് ഉടനെ നിന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ധൈര്യത്തോടെ മേടിക്കാൻ പറ്റുന്നൊരു വണ്ടിയായിരുന്നില്ല. ആൻഡ് ഇന്ത്യൻ മാർക്കറ്റിൽ ഓട്ടോമാറ്റിക്സ് അങ്ങനെ അധികം കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പീപ്പിൾ വർ നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നുള്ളൊരു എൻറ്റയർ കോൺസെപ്റ്റ്. പക്ഷേ ഹോണ്ട സിറ്റിയാണ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ആൾക്കാരെ മനസ്സിലാക്കിയത് ദാറ്റ് ഇതൊരു നല്ല ടെക്നോളജിയാണ്, നമുക്ക് ഉപയോഗിച്ചാൽ ഡെയിലി ലൈഫിൽ ഭയങ്കര കൺവീനിയൻ്റ് ആണെന്നുള്ളത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും യു വിൽ സ്റ്റിൽ സീ ടൈപ്പ് 1 ഹോണ്ട സിറ്റീസ്, ടൈപ്പ് 2 ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക് വണ്ടികൾ ഡ്രൈവിംഗ് പീസ്ഫുള്ളി ഓൺ ദ റോഡ്സ്. അത്രയും ഒരു റോബസ്റ്റ് ട്രാൻസ്മിഷൻ ആയിരുന്നു. അങ്ങനെ വേറെ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊന്നും ആരും പറഞ്ഞുമില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ദാറ്റ് സെറ്റ് ഇറ്റ് അപ്പാർട്ട് ഫ്രം ഓൾ ദി അതർ കോമ്പറ്റേറ്റേഴ്സ്. പക്ഷെ നമുക്ക് ഒരു എന്തൂസിയാസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് ആദ്യം വന്ന ടൈപ്പ് 1 വേരിയൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും എപ്പിക്, എസ്പെഷ്യലി ഞാനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടുത്തെ ഷോറൂമിലൊക്കെ ലിറ്ററലി വായി നോക്കി നിന്നിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് ഇസ് ദ 1.5 EXI S. ആ സമയത്ത് ഇപ്പോൾ നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷേ ആ സമയത്ത് ഇറ്റ് വാസ് ട്രൂലി സംതിങ് എൽസ്. കാര്യം ഇറ്റ് കെയിം വിത്ത് എ ഫുൾ ബോഡി കിറ്റ്, ചെറിയ പ്രൊജക്ടർ ഫോഗ് ലൈറ്റ്സ്, വെരി നൈസ് ലുക്കിംഗ് വീൽസ്, ബാക്കിൽ സ്പോയിലർ, അകത്ത് ചെറിയ ചെറിയ കുറച്ച് ചേഞ്ചസ്. ഇറ്റ് വാസ് റിയലി സംതിങ് എൽസ്. ആൻഡ് അതിന് ഇറ്റ് കെയിം വിത്ത് എ വെരി സ്പെഷ്യൽ കളർ, മോണ്ടിക്കാളോ ബ്ലൂ. ആ കളറിൻ്റെ പേരിൽ തന്നെ നമുക്ക് ആ ഒരു സ്പോർട്ടി ഇൻറ്റൻഷൻസ് നമുക്ക് കാണാൻ പറ്റും. Very few EXIS models were produced and ഇക്കാലത്ത് ഫൈൻഡിങ് വൺ ഇൻ ഓൾ ഒറിജിനാലിറ്റി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആ സമയത്ത് നമ്മുടെ ഇവിടെ ഹോണ്ട ഷോറൂമിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു വിച്ച് ദേ വർ യൂസിങ് ഫോർ ഓൾ ദെയർ ആക്ടിവിറ്റീസ്. അത് ഞാൻ അവസാനം കാണുമ്പോൾ കുറച്ചധികം ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് റിയലി ക്വൈറ്റ് സംതിങ് ടു സീ. ബട്ട് അഗെയിൻ ടൈപ്പ് 1 വണ്ടി വന്നപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ അതിൻ്റെ നല്ല ഭാഗങ്ങളാണ്, പക്ഷേ അതിൻ്റെ നോട്ട് സോ നല്ല ഭാഗങ്ങളെന്ന് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ വാസ് നമ്മുടെ ടൈപ്പ് 2 ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കാര്യം ഇറ്റ് വാസ് എ 90s കാർ. യു ഹാഡ് ഓൾ സ്ലൈഡിങ് സ്വിച്ചസ്, സ്ലൈഡിങ് കൺട്രോൾസ്. പിന്നെ ഇൻറ്റീരിയർ എഫക്റ്റ് മൊത്തത്തിൽ കുറച്ചൊരു ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ലായിരുന്നു. 1.5ക്ക് ഒരു വുഡൻ ഇൻറ്റീരിയർ ഉണ്ടായിരുന്നു, ബട്ട് അഗൈൻ ഇറ്റ് വാസ് പ്ലാസ്റ്റിക് വുഡ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ഈ റൂഫ് ലൈനർ ആൾക്കാർ പറഞ്ഞു അത് ഈ ഒരു എറയിൽ ബിലോങ് ചെയ്യുന്ന സാധനമല്ല. അന്ന് എല്ലാ മാഗസീൻസും എല്ലാവരും പറഞ്ഞിരുന്ന കുറച്ച് പോയിൻറ്റ്സ് ആയിരുന്നു അതൊക്കെ. എന്തായാലും ഹോണ്ട അങ്ങനെ വിചാരിച്ചു, ഓക്കെ 2 കൊല്ലമായി നമുക്കൊരു ഫേസ് ലിഫ്റ്റ് ചെയ്യാമെന്നുള്ളത്. ദിസ് വാസ് അഗെയിൻ അൺഹേർഡ് ഓഫ് ഫോർ ദ ടൈം. കാര്യം ആരും അത്രയും പുതിയൊരു വണ്ടി ഇന്ത്യയിൽ ഫേസ് ലിഫ്റ്റ് ചെയ്തൊരു ചരിത്രം ഉണ്ടായിട്ടില്ല അന്ന്. എനിവേസ് അങ്ങനെയാണ് ഹോണ്ടയുടെ ഏറ്റവും എപ്പിക് ഓർ ഏറ്റവും ലവ്ഡ് ജനറേഷൻ ഓഫ് ദ ഹോണ്ട സിറ്റി ഇറങ്ങിയത്, ദ ടൈപ്പ് 2. ടൈപ്പ് 2 അതിൻ്റെ ടൈപ്പ് 1ൻ്റെ ഒരു മിഡ് ലൈഫ് ഫേസ് ലിഫ്റ്റാണ്. ഇറ്റ് ഗോട്ട് ന്യൂ ഹെഡ്ലൈറ്റ്സ്, ന്യൂ ടെയിൽ ലൈറ്റ്സ്, ബമ്പേഴ്സ്, ഗ്രിൽസ്, അങ്ങനെ കുറേ സാധനങ്ങൾ മാറി. ഇമ്പോർട്ടൻ്റ്ലി ഇൻറ്റീരിയറിൽ കുറേ സാധനങ്ങളും അതിനകത്ത് മാറി. യു ഗോട്ട് ദീസ് റോട്ടറി നോബ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദ സ്ലൈഡിങ് കൺട്രോൾസ്. ചെറിയ മെറ്റീരിയൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. കുറേ ബിൽഡിംഗ് കാര്യങ്ങളെല്ലാം, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർ ഇമ്പ്രൂവ് ചെയ്തു. ദർ വർ നോ മേജർ ചേഞ്ചസ്, ബട്ട് ഓൾ ദീസ് മൈനർ ചേഞ്ചസ് മെയ്ഡ് ദ കാർ വെരി ഫ്രഷ്. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ആ ഒരു മോഡലിൻ്റെ ലൈഫ് സൈക്കിളിൽ ഇറ്റ് വാസ് ദ മോസ്റ്റ് പ്രിഫേർഡ് ലക്ഷറി കാർ ഇൻ ഇന്ത്യ. നമുക്ക് ഫേസ് ലിഫ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വി ഗോട്ട് ദിസ് വേർഷൻ, ദ VTEC. സോ VTEC ബേസിക്കലി ഈസ് ഹോണ്ട സ്പീക്ക് ഫോർ വേരിയബിൾ വാൽ ടൈമിംഗ്. നമുക്കതൊരു ഇപ്പോൾ എഗെയിൻ ഇൻ്റർനെറ്റ് മീംസിൻ്റെ ബഹളമാണ്, ലൈക്ക് അബൌട്ട് VTEC ജസ്റ്റ് കിക്ഡ് ഇൻ യു. നമുക്കത് പറയുമ്പോൾ ഇപ്പോൾ കോമഡി ആണെങ്കിലും ആ സമയത്ത് മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ ദെയർ വാസ് നത്തിങ് ലൈക്ക് ഇറ്റ്. നമുക്ക് ആ ഒരു ഫീലും ആ ഒരു പവറും അതേപോലെ ആ ഒരു സ്വിച്ച് ഓവർ നടക്കുമ്പോഴുള്ള നമുക്ക് ആ കിട്ടുന്നൊരു സെൻസ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് എവറിത്തിങ് സെറ്റ് ഇറ്റ് അപ്പാർട്ട് ഫ്രം എനി അതർ കാർ ദാറ്റ് വാസ് മെയ്ഡ് ഇൻ ഇന്ത്യ. ആൻഡ് ആ വണ്ടി നമുക്ക് ചെറുതായിട്ട് കുറച്ച് വിഷ്വൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള കുറച്ച് ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. സോ യു ഹാഡ് ഒരു പോളിഷ് ഫിനിഷ്ഡ് അലോയ്സ് ഉണ്ടായിരുന്നു, അഗെയിൻ 14 inch. യു ഹാഡ് എ റിയർ സ്പോയിലർ, ബാക്കിൽ യു ഹാഡ് എ ട്വിൻ ടിപ്പ് എക്സോസ്റ്റ്. ഇതേപോലെ ഹെഡ് ഡ്രസ് ഇങ്ങനെ ഒരു സീ ത്രൂ ഹെഡ് ഡ്രസ് ആയിരുന്നു. ഒരു ആൽപൈൻ്റെ പ്ലെയർ ഉണ്ടായിരുന്നു. You had slightly different dials which were marked for the rev limit of the VTEC engine. Then you had the VTEC engine of course, and upholstery. അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നേ. And I think ആ സമയത്ത് അത് it was a little too ahead of time for the market, because I still remember നമുക്ക് ഷോറൂമിൽ പോയാലും അന്ന് ഒരു പറയുന്നത് ഓക്കെ റെഗുലർ സീറ്റ് 100 bhp ഉണ്ട്, ഇത് 106 bhp ഉണ്ട്, അത്രേ വ്യത്യാസമുള്ളൂ, പിന്നെ കുറച്ച് ചെറിയ ചെറിയ കോസ്മെറ്റിക് വ്യത്യാസം എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ബട്ട്
വെരി സൂൺ ആഫ്റ്റർ വണ്ടി മാർക്കറ്റിൽ ഇറങ്ങി ആൾക്കാരൊന്ന് ഓടിക്കാൻ തുടങ്ങി, മാഗസീൻസിലും റിവ്യൂസിലൊക്കെ ആൾക്കാർ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ദെൻ പീപ്പിൾ ഫിഗർഡ് ഔട്ട് വാട്ട് ദ മാജിക് ഓഫ് ദ VTEC വാസ് ഓൾ അബൌട്ട്. ആൻഡ് അപ്പോൾ തൊട്ടാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു റിയൽ കൾട്ട് ഫോളോയിങ് തുടങ്ങിയത്. VTEC വണ്ടികൾ വെരി ഫ്യൂ വെ പ്രൊഡ്യൂസ്ഡ്. കാര്യം ഇറ്റ് വാസ് ദെയർ ഫോർ 3 years, 2000 മുതൽ 2003 വരെ ഉണ്ടായിരുന്നു. ബട്ട് ഏറ്റവും പ്രീമിയം വണ്ടിയായിരുന്നു. ദെയർ വാസ് എ സിഗ്നിഫിക്കൻറ്റ് പ്രൈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 1.3s ആൻഡ് ദ VTECs. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വണ്ടികളാണ് ഇറങ്ങിയിട്ടുള്ളത്. VTECകൾ ഇറങ്ങിയതിൽ ഒട്ടുമുക്കാൽ വണ്ടികളും പിന്നെ റേസും റാലിയും ഓട്ടോക്രോസും ട്യൂണിങ്ങും ഒക്കെ ആയിട്ട് ഒരുവിധം വണ്ടികളൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ട്. ആൻഡ് ദീസ് ഡേയ്സ് ഫൈൻഡിങ് എ നൈസ് ഒറിജിനൽ അൺമൊളസ്റ്റഡ് VTEC ഇസ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. ആൻഡ് ദേ ബിക്കം വെരി വെരി പ്രൈസി. കാര്യം ഒരു എന്തൂസിയാസ്റ്റിൻ്റെ ഒരു മസ്റ്റ് ഹാവ് ലിസ്റ്റ് ഓഫ് കാർസിൽ ഉള്ള മേ ബി ദ ഫസ്റ്റ് ഓർ ദ സെക്കൻഡ് വണ്ടിയായിട്ട് വരുന്നതാണ് ദ ഹോണ്ട സിറ്റി ടൈപ്പ് 2 VTEC. സോ നമ്മൾ ഇന്ന് ഓടിക്കുന്ന വണ്ടി, ദിസ് ബിലോങ്സ് ടു മൈ ഫ്രണ്ട് കെവിൻ. സോ ഹീസ് റീസെൻ്റ്ലി പിക്ക് ദിസ് കാർ അപ്പ്. ഇറ്റ്സ് എ വെരി ബോൺ സ്റ്റോക്ക് കാർ എക്സെപ്റ്റ് ഫോർ ദ കളർ. കാര്യം ഈ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്ലോൺ ബ്ലൂ, ദിസ് കെയിം ഓൺ ദ ടൈപ്പ് 1 ഹോണ്ട സിറ്റി ആൻഡ് ദിസ് കാർ ഹാസ് ബീൻ റീപെയിൻറ്റഡ് ടു ദാറ്റ് കളർ. അഗെയിൻ OE സ്പെക് പെയിൻറ്റ് ജോബ്, വേറെ കൂടുതൽ മാറ്റങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് ഇറ്റ്സ് വെരി നൈസ് ടു സ്റ്റിൽ സീ സച്ച് എ ചെറിഷ്ഡ് എക്സാമ്പിൾ. കാര്യം ദിസ് ഇസ് അബ്സല്യൂട്ട്ലി മിൻറ്റ്. വെക്കാൻ പറ്റുന്ന പോലെ നമുക്ക് ഇത്ര ഓർക്കണം. ഇത്രയും അഗെയിൻ ഓൾമോസ്റ്റ് 25 കൊല്ലം ആവാറായ ഒരു വണ്ടിയാണിത്. ആൻഡ് ബീൻ ത്രൂ ദ ഗ്രൈൻഡ് ഓഫ് ഡെയിലി യൂസ്, ദിസ് കാർ ഇസ് സ്പോട്ട്ലെസ്. നമുക്ക് യൂഷ്വലി ഓരോ കാറിൽ നമുക്ക് അറിയാവുന്ന അതിൻ്റെ സീറ്റ്സും കാര്യങ്ങളും എല്ലാം വേറെ കാണാൻ പറ്റും, സ്റ്റിയറിംഗ് പെഡൽസ് എല്ലായിടത്തും വേറെ കാണാൻ പറ്റും. വേറാസ് ദിസ് കാർ ഹാസ് നത്തിങ്. ആൻഡ് ഇതിനകത്ത് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹി ഈസ് ഡൺ എ ഷോർട്ട് ഷിഫ്റ്റർ കൺവേർഷൻ ഇവിടെ. ആൻഡ് ദ ഡയൽസ് ഹാവ് ബീൻ കൺവേർട്ടഡ് ടു ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ആൻഡ് എൻജിൻ ബേ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്, വിച്ച് വി വിൽ ഗെറ്റ് ടു ഇറ്റ് ഇൻ എ ബിറ്റ്. നമ്മൾ 6 bhp മോർ എന്ന് പറഞ്ഞാലും the way the car delivered that is what made it really special. നമുക്ക് ആ ഒരു VTEC ഒരു 5000 RPM കഴിയുമ്പോഴേക്കും you can really feel that extra boost of power and the car is really really rapid from that point on. And while modified examples are great, ക്ലീൻ സ്റ്റോക്ക് കാർ ഇപ്പോഴും ഭയങ്കര രസം ഓടിക്കാനായിട്ട്. പിന്നെ എസ്പെഷ്യലി സച്ച് എ നൈസ് അൺമൊളസ്റ്റഡ് എക്സാമ്പിൾ നമുക്ക് ഇക്കാലത്ത് ഇതൊരു ഡെഫിനറ്റ്ലി എ ഫ്യൂച്ചർ കളക്റ്റബിൾ ആണ്. സോ വാട്ട് സെറ്റ്സ് അപ്പാർട്ട് ദ ഹോണ്ട സിറ്റി ഫ്രം ഓൾ ദി അതർ കോമ്പറ്റീഷൻ ഓഫ് ദാറ്റ് ടൈം ഇസ് ദാറ്റ് ഇപ്പോൾ ആ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വണ്ടികൾ ഓപ്പൽ ആസ്ട്ര, CLO, എസ്കോട്ട്, ഈ പറഞ്ഞ ഒരു വണ്ടിക്കും ഇപ്പോൾ ഒരു പ്രാധാന്യമില്ല മാർക്കറ്റിലുള്ള. എല്ലാം ഇപ്പോൾ സ്ക്രാപ്പ് യാർഡിലാണ്. എല്ലാവരും കുറച്ചെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം വെച്ചിട്ടുണ്ട്, ദാറ്റ്സ് ഓൾ. പക്ഷേ എന്നാൽ ഹോണ്ട സിറ്റി അന്നും ഇന്നും എനി ജനറേഷൻ ഓഫ് ദ ഹോണ്ട സിറ്റി ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്. നമുക്കിപ്പോൾ കൊടുക്കണമെങ്കിലും മേടിക്കാൻ ആൾക്കാരുണ്ട്, തപ്പി നടക്കുന്ന ആൾക്കാർ, അതേ ഫോർ എവറി സിംഗിൾ ജനറേഷൻ. ആൻഡ് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ enthusiasts റിയലി ഒരു വണ്ടിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് ഇസ് ദിസ് ജനറേഷൻ ഓഫ് ദ ഹോണ്ട സിറ്റി, ദ ടൈപ്പ് 2 ആൻഡ് എസ്പെഷ്യലി ദ VTEC ജനറേഷൻ. അപ്പോൾ ഈ വണ്ടി ഒരു ഭയങ്കര പൊട്ടൻഷ്യലുണ്ട്. കാര്യം ഓൺ വൺ സൈഡ് ഹോണ്ട ഇതൊരു ലക്ഷറി കാറായിട്ട് ഇറക്കിയെങ്കിലും അവരിതിന് കൊടുത്ത എഞ്ചിനും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും എല്ലാം ഒരു എന്തൂസിയാസ്റ്റ് ഡിലൈറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ റാലിയിങ്, മോഡിഫിക്കേഷൻ, സ്ട്രീറ്റ് റേസിംഗ്, എനിത്തിങ് യു നെയിം ഇറ്റ്, ഹോണ്ട സിറ്റി അവിടെ ഉണ്ട്. ആസ് ഇൻ ഈ ജനറേഷൻ ഹോണ്ട സിറ്റി അതിലുണ്ട്. നമുക്ക് ഇപ്പോഴും ദർ ഇസ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ. കാര്യം ഞാനും കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേപോലത്തെ സിറ്റി എടുത്ത് പണിയുമായിരുന്നു. ഇപ്പോൾ ലീലാകൃഷ്ണൻ അടുത്താണെങ്കിലും രാജിൻ്റെ അടുത്താണെങ്കിലും നമ്മൾ കൊണ്ടുപോയി വി യൂസ് ടു എക്സ്പെരിമെൻറ്റ് വിത്ത് എ ലോട്ട് ഓഫ് മോഡ്സ്. ആൻഡ് ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വൺ ഓഫ് ദ നൈസസ്റ്റ് സൗണ്ടിങ് കാർസാണ് ഈ ജനറേഷൻ സിറ്റി. ആൻഡ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ജനറേഷൻ്റെ പല ഫ്ലോസും ഓവർകം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. യു ഹാവ് ആഫ്റ്റർ മാർക്കറ്റ് സസ്പെൻഷൻ, ബെറ്റർ ബ്രേക്സ്, സ്ട്രാട്ട് ബ്രേസസ്, അത് ഇത് അങ്ങനെ കുറേ സാധനം കിട്ടാനുണ്ട്. ആൻഡ് വിഷ്വലി പറയുവാണെങ്കിലും അൺഡൗട്ടഡ്ലി ദിസ് ഇസ് ദ പ്രിട്ടിയസ്റ്റ് ലുക്കിംഗ് ഹോണ്ട സിറ്റി. ആൻഡ് ഇപ്പോഴും ഇതിനകത്തൊരു ചെറിയൊരു ബോഡി കിറ്റും നല്ലൊരു വീൽസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റിൽ ലുക്സ് ലൈക്ക് $1 million. നമുക്കിപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഇപ്പം ഇത്രയും മോഡിഫിക്കേഷൻ പൊട്ടൻഷ്യലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല വണ്ടി കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് മാർക്കറ്റിൽ നിന്ന്. മോസ്റ്റ് അല്ല, ബട്ട് they can take a fair bit of abuse. പക്ഷേ some cars are gone way down. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വണ്ടികൾ അവോയ്ഡ് ചെയ്യുക. ഇഫ് യു ആർ ലുക്കിംഗ് ടു ബൈ വൺ, ബൈ എ ഗുഡ് വൺ. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ബൈ എ നൈസർ കാർ. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വോണ്ട്. കാര്യം പലവർക്കും ഒരു വിഷ്വൽ മോഡിഫിക്കേഷന് മാത്രമാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ വെറുതെ VTECൻ്റെ പ്രീമിയം കൊടുക്കേണ്ട ആവശ്യമില്ല.
ബട്ട് ഇഫ് യു റിയലി വോണ്ട് ടു എൻജോയ് ഡ്രൈവിംഗ് ആൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു കളക്റ്റബിൾ കാർ അതൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി VTECന് അപ്പുറത്തോട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ദാറ്റ് ബീങ് സെഡ്, ദി അതർ ടു എൻജിൻസ്, ദ 1.3 ആൻഡ് ദ 1.5, രണ്ടും വളരെ കേപ്പബിൾ എൻജിൻസ് ആണ്. 1.3 ഇപ്പോൾ ആൾക്കാർ ചെയ്തിട്ട് അത് ബേസ് എൻജിനാണ് അതുകൊണ്ട് വേണ്ട എന്നുള്ളത് അങ്ങനെയല്ല. ഇറ്റ്സ് എ നൈസ് എൻജിൻ. ഇറ്റ് സ്റ്റിൽ റീറ്റെയിൻസ് ഓൾ ഓഫ് ദ ക്യാരക്ടർ ഓഫ് ദ ബിഗർ 1.5 മോട്ടർ ആൻഡ് ഓൾസോ ദ റിലയബിലിറ്റി വിത്ത് അഡീഷണൽ ഫ്യൂൽ എഫിഷ്യൻസി. ഇക്കാലത്ത് ഇപ്പോൾ നമുക്കിതൊരു ഡെയിലി ഡ്രൈവായിട്ട് അധികം പേര് മേ ബി റെയർലി ആണ് കൊണ്ടു നടക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫ്യൂൽ എഫിഷ്യൻസിനെ പറ്റി നമ്മൾ ഈ ഒരു റിവ്യൂവിൽ പറയേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോഴും VTEC ആണെങ്കിലും 1.5 ആണെങ്കിലും ഹോണ്ട സിറ്റി എന്നും നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസിയാണ് കൊടുത്തിരുന്നത്. And I think all of that combined with the amazing reliability of the Honda brand, ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഹോണ്ട സിറ്റി VTEC ആൻഡ് ദ Type 2, Type 1 ജനറേഷൻ ഇപ്പോഴും നല്ല ഡിമാൻഡിലുള്ളത്. നമ്മൾ ഈ സിറ്റിയുടെ കാര്യം പറയുമ്പോൾ ബ്രോഡായിട്ട് നമ്മൾ പറയാറുണ്ട്, രണ്ട് ഡിഫറെൻറ്റ് പ്രീ ഫേസ് ലിഫ്റ്റ് ആണ് എല്ലാ ജനറേഷനിലും വരാറുള്ളതെന്ന്. ബട്ട് അത് കൂടാണ്ട് തന്നെ കുറേ ചെറിയ ഇൻക്രിമെൻ്റൽ അപ്ഗ്രേഡ്സ് അക്രോസ് ഇയേഴ്സ് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യത്തെ ഇത് നോക്കുകയാണെങ്കിൽ Type 1 ഹോണ്ട സിറ്റി നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് again basic models were very basic. 1.3 ടാക്കോമീറ്റർ പോലും ഉണ്ടായിരുന്നില്ല. ഒരു 1 year കഴിഞ്ഞപ്പോൾ ദേ ഇൻട്രൊഡ്യൂസ്ഡ് ടാക്കോമീറ്റർ, ന്യൂ കളേഴ്സ്, എമറൽഡ് ഗ്രീൻ ആ സമയത്ത് വന്നായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും Type 2 വന്നു. Type 2ലും ആദ്യത്തെ കുറേ വണ്ടികൾ ബേസിക് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ടുവേർഡ്സ് ദി എൻഡ് ഓഫ് പ്രൊഡക്ഷൻ ഇൻറ്റീരിയേഴ്സൊക്കെ ബേജ് ആക്കി. അതേപോലെ എക്വിപ്മെൻറ്റ് ലെവൽസ് വെയർ ഓൾ റീഷഫിൾഡ്. EXIS മോഡൽ പോയി. സോ അങ്ങനെ കുറേ ചേഞ്ചസ് ഹോണ്ട എപ്പോഴും ഇയർ ബൈ ഇയർ വരുത്തിയിട്ട് they would ensure that the cars were kept fresh and there was always some market interest around these cars. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാർ ലക്ഷറി കാർ എന്ന് പറഞ്ഞാലും നൗ ദിസ് ഫീൽസ് റിയലി സ്പോർട്ടി. കാര്യം ഇറ്റ് ഹാസ് എ വെരി ലോ സ്ലങ് ഡ്രൈവിംഗ് പൊസിഷൻ. സീറ്റ്സ് ഒക്കെ കുറച്ച് ചെറുതാണ്. ഇറ്റ് ഹഗ്സ് യു ഫ്രം ദ സൈഡ്സ് ആൻഡ് സ്റ്റിയറിംഗ് ആണെങ്കിൽ എല്ലാം ഒരു 80s 90s ഒരു എന്തൂസിയാസ്റ്റ് കാർ ഓടിക്കുന്ന എല്ലാ ഫീലും നമുക്ക് കിട്ടും. ബട്ട് അഗൈൻ ലക്ഷറി കാറുകൾ, അതേപോലെ റൈഡ് ക്വാളിറ്റി, കയറാൻ ഇറങ്ങാനുള്ള സുഖം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രയോറിറ്റി ആയതോടെയാണ് ഹോണ്ട ഡിസൈഡഡ് ടു റീപ്ലേസ് ദിസ് വിത്ത് ദ വെരി റാഡിക്കലി ഡിഫറെൻറ്റ് നെക്സ്റ്റ് ജനറേഷൻ ഹോണ്ട സിറ്റി, വിച്ച് ഇസ് ഓൾസോ കോൾഡ് ദ ന്യൂ ഹോണ്ട സിറ്റി. അങ്ങനെ 98 തൊട്ട് 2003 വരെ ദ ജനറേഷൻ 1 ഹോണ്ട സിറ്റി വാസ് റൂളിംഗ് ദ ഇന്ത്യൻ മാർക്കറ്റ്. ബിറ്റ്വീൻ ദ Type 1 ആൻഡ് ദ Type 2 ഇറ്റ് സോൾഡ് ഓൾമോസ്റ്റ് 60,000 യൂണിറ്റ്സ്. എന്നാൽ 2003 നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സാധനം ഹോണ്ട ചെയ്തായിരുന്നു. ദേ ജസ്റ്റ് ഡിസ്കണ്ടിന്യൂഡ് ദ കാർ. അതുവരെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ലിറ്ററലി വണ്ടി ചാവുന്നവരെ ഫ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നൊരു മാർക്കറ്റായിരുന്നു ഇന്ത്യ. നമുക്ക് 96 ആദ്യം ഇറങ്ങിയ വണ്ടികൾ, ദറ്റ് ഈസ് യുവർ ഓപ്പൽ ആസ്ട്ര ആൻഡ് എവറിത്തിങ്, സ്റ്റിൽ അൺചേഞ്ച്ഡ് ആയിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. പക്ഷെ എന്നാൽ ഹോണ്ട ജസ്റ്റ് ഡിസൈഡഡ് ടു സ്വരം തന്നാകുമ്പോൾ പാട്ട് നിർത്താമെന്ന്. അങ്ങനെ ആ മോഡൽ നിർത്തിയിട്ട് അവരിത് റാഡിക്കൽ അടുത്ത സെക്കൻഡ് ജനറേഷൻ സിറ്റി കൊണ്ടുവന്നു. അതിനെ ഓമന പേരെന്ന് വിളിക്കാൻ പറ്റില്ല. അതിനെല്ലാവരും ഡോൾഫിൻ എന്നാണ് ആദ്യം വിളിച്ചിരുന്നത്. ബിക്കോസ് ഇറ്റ് ലുക്ക്ഡ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ഓൾ ദി അതർ കാർസ് ദാറ്റ് ഹോണ്ട വാസ് പ്രൊഡ്യൂസിങ് ടിൽ ദെൻ. സോ ആ ഒരു വണ്ടി പിന്നെ ലിറ്ററലി ഇന്ത്യൻ മാർക്കറ്റിൽ ആദ്യം അമോങ്സ് ദി എൻതൂസിയാസ് ഭയങ്കര പ്രൊട്ടസ്റ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിലും ദാറ്റ് വെൻറ്റ് ഓൺ ടു ബിക്കം എ ഹ്യൂജ് സക്സസ് ഫോർ ഹോണ്ട. ആൻഡ് നമ്മുടെ കൂടെ ഇന്നുള്ളത് സെക്കൻഡ് ജനറേഷനിലുള്ള ഫേസ് ലിഫ്റ്റ് മോഡലാണ് ദ ഹോണ്ട സിറ്റി ZX. സോ ഈ വണ്ടി ആക്ച്വലി കുറേ കാര്യങ്ങൾ അവരുടെ ഇനീഷ്യൽ ഡോൾഫിൻ ഷേപ്പ് ഹോണ്ട സിറ്റിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ മാറ്റി കുറേ ടേം ഡൗൺ ചെയ്ത് ഒരു ഇന്ത്യൻ മാർക്കറ്റിനും ആൻഡ് ഈവൻ ദ തായ് മാർക്കറ്റിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഡൈജസ്റ്റബിൾ ലുക്സും കാര്യങ്ങളൊക്കെ ആക്കിയൊരു വണ്ടിയാണ്. ആൻഡ് ദീസ് ഡേയ്സ് ദീസ് ആർ ഗോയിങ് അപ്പ് ഇൻ ഇൻട്രസ്റ്റ്. സോ നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ദ സെക്കൻഡ് ജനറേഷൻ ഹോണ്ട സിറ്റിയാണ്. ബട്ട് Type 3 എന്ന ആൾക്കാർ പറയും. സോ ദിസ് ഈസ് ദ ഹോണ്ട സിറ്റി ZX സെക്കൻഡ് ജനറേഷനിലെ ഫേസ് ലിഫ്റ്റ് വണ്ടിയാണിത്. ഈ മോഡൽ ആക്ച്വലി ദ സെക്കൻഡ് ജനറേഷൻ വാസ് ലോഞ്ച്ഡ് ഇൻ 2003. അപ്പോൾ അതുവരെ നമ്മുടെ Type 2 ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 2003 നമ്മുടെ ഈ ക്യാബ് ഫോർവേഡ് ഡിസൈൻ വരുന്നത്. ഇത് വന്നപ്പോൾ തന്നെ മാർക്കറ്റിൽ ആക്ച്വലി ഭയങ്കര ഒരു അപ്രോറായിരുന്നു. കാര്യം നോബഡി റിയലി ലൈക്ക് ദ വേ ദാറ്റ് ദ ഡോൾഫിൻ ലുക്ക്ഡ്. പക്ഷേ അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു, ഓക്കെ ഹോണ്ടയ്ക്ക് ഇത് എന്ത് പറ്റി, കാര്യം ഇത്രയും ഒരു ഗുഡ് ലുക്കിംഗ് ഹോണ്ട സിറ്റി പോലത്തെ ഒരു വണ്ടി എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ക്യാബ് ഫോർവേഡ് ഒരു കാർ ആക്കിയല്ലോ എന്നുള്ളത്. ബട്ട് അതിൻ്റെ റീസൺസ് നമുക്ക് വളരെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ദാറ്റ് ഹോണ്ട ന്യൂ ദ മാർക്കറ്റ് ബെറ്റർ ദാൻ അസ്. ഈ വണ്ടി വെൻറ്റ് ഓൺ ടു ബി എ ഫിനോമിനൽ സക്സസ്.
കാര്യം ആ ഒരു ഫസ്റ്റ് വണ്ടി ഉണ്ടാക്കിയ ഒരു മാർക്കറ്റ് റിസർച്ച് വെച്ചിട്ട് ഹോണ്ടയ്ക്ക് മനസ്സിലായി ദാറ്റ് ഓക്കെ വൈൽ ദ എഞ്ചിൻ വാസ് സ്പോർട്ടി ആൻഡ് എവറിത്തിങ്, ആൾക്കാർ ഇത് മേടിച്ചിരുന്നത് ബിക്കോസ് ഇറ്റ് വാസ് എ ഹയർ പ്രൈസ്ഡ് കാർ. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇത് മേടിച്ചിരുന്നത് ഇതിൻ്റെ ഒരു കംഫർട്ടും ഒരു ലക്ഷറി ഫീലിനും വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബയറിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ജനറേഷൻ സിറ്റി ഇറക്കിയത്. ഹു റിയലി ഡിൻ കെയർ അബൌട്ട് ദ ലുക്സ്, പക്ഷേ എന്താണ് കിട്ടുന്ന ആ വണ്ടിക്കകത്ത് നിന്ന് കിട്ടുന്ന വാല്യൂവും അതേപോലെ അതിൻ്റെ ഒരു കംഫർട്ട് പ്രൊപ്പോസിഷനും എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരാൾക്കാണ് ഈ വണ്ടി ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് കഴിഞ്ഞ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ലോസ്റ്റ് എവറിത്തിങ് ദാറ്റ് വാട്ട് വി അസോസിയേറ്റഡ് വിത്ത് എ ഹോണ്ട സിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു സെക്സി സ്റ്റൈലിംഗ്, അതേപോലെ ഒരു ലോ ഡ്രൈവിംഗ് പൊസിഷൻ, എ വെരി എൻജോയബിൾ എൻജിൻ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് അവർ എടുത്തു കളഞ്ഞു. സ്റ്റൈലിംഗ് പറയുകയാണെങ്കിൽ ഈ വണ്ടി ദ ZX ഇസ് ആക്ച്വലി മോർ പാലറ്റബിൾ ലുക്കിംഗ് കാർ. പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടി ആക്ച്വലി ഇറങ്ങിയപ്പോൾ ഭയങ്കര അഗ്ലി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു ക്വർക്കി JDM ലുക്കൊക്കെ അതിന് അവിടെ ഇവിടെയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. സോ ഏജ് മേക്സ് എവറിത്തിങ് ബെറ്റർ എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണത്. അപ്പോൾ എന്തായാലും ഈ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഗോൺ വാസ് ദ 90 bhp 1.3 ആൻഡ് ദ 100 bhp 1.5 VTECും പോയി. ഇൻസ്റ്റഡ് ഇറ്റ് ഗോട്ട് എ 1.5 ലിറ്റർ IDSI എൻജിൻ. സോ ഈ എൻജിൻ എന്ന് പറയുമ്പോൾ ഇത് ട്വിൻ സ്പാർക്ക് ടെക്നോളജി യൂസ് ചെയ്തിരുന്നതായിരുന്നു നമ്മുടെ ബജാജ് പൾസറൊക്കെ പോലെ. ആൻഡ് ഇറ്റ് വാസ് മേക്കിംഗ് തായ്ലൻഡിൽ ഇത് ഇറക്കിയപ്പോൾ ഇത് 88 bhp ആയിരുന്നു. പക്ഷേ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പുവർ ഫ്യൂവൽ ക്വാളിറ്റിയും എല്ലാം വെച്ചിട്ട് 77 bhp ആയി. വൈൽ ഓൺ പേപ്പർ അത് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണെങ്കിലും ഓടിക്കാൻ ആക്ച്വലി ഓൺ എ ഡേ ടു ഡേ ബേസിസ് ടൈപ്പ് 1 and 2 സീറ്റിനേക്കാളും ഇതൊരു നല്ല വണ്ടിയാണ്. ആസ് എൻ നമ്മൾ സിറ്റിയിൽ ഇഫ് യു ആർ നോട്ട് എൻതൂസിയാസ്റ്റിക്കലി പുഷിംഗ് ദ കാർ, ഇതിൻ്റെ ലോ എൻഡ് ഭയങ്കര നല്ലതാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പവർ ബാൻഡ് ആക്ച്വലി ഭയങ്കര എൻജോയബിൾ ആണ്. ഇറ്റ് ഹാസ് എ ഡീസൻറ്റ് എമൗണ്ട് ഓഫ് ടോർക്ക്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു സ്പീഡ് ബ്രേക്കറിൽ നിന്ന് എടുത്തിട്ട് പോകാനാണെങ്കിലും അതേപോലെ സിറ്റി ട്രാഫിക്കിൽ പോകാനാണെങ്കിലും ഇറ്റ് വാസ് ക്വൈറ്റ് നൈസ് ടു ഡ്രൈവ്. ക്ലച്ച് ഭയങ്കര ലൈറ്റായിരുന്നു. ആൻഡ് സ്റ്റിയറിംഗ് വാസ് ഓൾസോ വെരി ലൈറ്റ് കമ്പയർഡ് ടു ദി ഓൾഡർ കാർ. and അത് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാര്യം ഇത് ഫസ്റ്റ് ജനറേഷൻ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടികൾക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം പറഞ്ഞിരുന്നു ദാറ്റ് സ്റ്റിയറിംഗ് ഫീൽ ഭയങ്കര മോശമാണ്, അതേപോലെ റൈഡ് കുറച്ച് ചോപ്പ് ചെയ്യാന്നുള്ളത്. ബട്ട് അതുകൊണ്ടൊന്നും വണ്ടി വിൽക്കാണ്ടിരുന്നില്ല. ആദ്യത്തെ 2 വർഷത്തിൽ തന്നെ 50,000 വണ്ടി വിറ്റു, വിച്ച് വാസ് ഓൾമോസ്റ്റ് ആസ് മച്ച് ആസ് ദ ഫസ്റ്റ് 2 iterations സോൾഡ്. അങ്ങനെ ഒരു 2005-06 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് ഹോണ്ട അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഇറക്കിയത്. ആ ഫസ്റ്റ് വണ്ടി കിട്ടിയതിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇറക്കി, വിച്ച് ഇസ് ദിസ് കാർ, ദ ZX. സോ ZX വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ ഒന്നാമത് പീപ്പിൾ ഹാഡ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓക്കെ ഈ വണ്ടി കാണാൻ കുറച്ച് അഗ്ലി ആണെങ്കിലും അതിൻ്റെ ബാക്കി കുറേ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. ദാറ്റ് കയറാൻ ഇറങ്ങാൻ ഭയങ്കര സുഖമായിരുന്നു. സീറ്റ്സ് വെർ ആക്ച്വലി മച്ച് നൈസർ, മച്ച് വൈഡർ. റിയർ സീറ്റ് എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. നമുക്ക് ഈ വണ്ടിയിൽ ഒരു പ്രോപ്പർ ആ സമയത്ത് ഒരു ലക്ഷറി കാർ എന്ന് തന്നെ പറയാം. കാര്യം യു ഹാഡ് എ പ്രോപ്പർ ആംറെസ്റ്റ്, നല്ല സ്പേസ് ഉണ്ടായിരുന്നു ബാക്കിൽ. ആൻഡ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് സീറ്റിൻ്റെ അടിയിലോട്ട് മാറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് കാല് റെസ്റ്റ് ചെയ്യാനായിട്ട് റിയർ പാസഞ്ചേഴ്സിന് നല്ലൊരു ഫുഡ് റെസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് അവർ ഇൻകോപ്പറേറ്റ് ചെയ്തു, വിച്ച് മേഡ് ഇറ്റ് എ മാർക്കറ്റ് ഫേവറേറ്റ്. പക്ഷേ നമുക്ക് തായ് വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ കുറേ എക്വിപ്മെൻറ്റ് കട്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 7-step CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നു. അതിന് തായ്ലൻഡിൽ ഇറ്റ് ഹാഡ് 2 buttons ഓൺ ദ സ്റ്റിയറിംഗ് വീൽ ഫോർ അപ്പ് ആൻഡ് ഡൗൺ, നമ്മുടെ പാഡൽ ഷിഫ്റ്റ് പോലെ. പക്ഷേ ഇന്ത്യക്ക് അത് എടുത്ത് കളഞ്ഞു. വി ഗോട്ട് ദി ഓട്ടോമാറ്റിക് CVT വിച്ച് വാസ് ഓൾസോ ഇന്ത്യാസ് ഫസ്റ്റ് CVT കാർ. അപ്പോൾ അത് കിട്ടി, പക്ഷേ വി ഡിഡ്ന്റ് ഗെറ്റ് ദ പാഡൽ കൺട്രോൾസ്. അതേപോലെ റിയർ ഡിസ്ക് ബ്രേക്സ് എടുത്ത് കളഞ്ഞു, എയർ ബാഗ് ABS എടുത്ത് കളഞ്ഞു. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ജാസിന് വന്നിട്ടുണ്ടെങ്കിൽ മാജിക് സീറ്റ്സ് ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഈ റിയർ സീറ്റിൻ്റെ ബേസ് മടക്കാൻ പറ്റുന്ന അങ്ങനെ കുറച്ച് ഫങ്കി പരിപാടികളുണ്ടായിരുന്നു. അതൊക്കെ അവരെടുത്ത് കളഞ്ഞു ആ വണ്ടിയിൽ. ബട്ട് എനിവേസ് ZX വന്നു. ZX വന്നു കഴിഞ്ഞപ്പോഴേക്കും അതൊരു കോംപ്രിഹെൻസീവ് റീഫ്രഷ് ആയിരുന്നു. കാര്യം ഫ്രണ്ട് ആൻഡ് റിയർ എൻഡ് അത്യാവശ്യം നന്നാക്കി. ടെയിൽ സെക്ഷനിൽ ഒരു ബൂട്ടിനകത്തും ഒരു ലൈറ്റ് വന്നു, വിച്ച് മെയ്ഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഫ്രം ദി ഏർലിയർ കാർസ്. അതേപോലെ ഹെഡ് ലൈറ്റ്സ്, ഫോഗ് ലൈറ്റ്സ് ഒക്കെ മാറ്റി. പഴയ വണ്ടിക്ക് ഫോഗ് ലൈറ്റ് വെക്കാവുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയൊരു ഓവൽ ഫോഗ് ലൈറ്റിനുള്ള സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. ദിസ് ലുക്സ് മച്ച് മോർ ഇൻറ്റഗ്രേറ്റഡ്. ആൻഡ് as days went by, അവർ ഇതിൻ്റെയും ഒരു VTEC വേർഷൻ ഇറക്കി, വിച്ച് ഹാഡ് 100 PS എൻജിൻ. പക്ഷേ എന്തോ അത് ആ VTEC അഗൈൻ എനിക്ക് തോന്നുന്നു സാധാരണ IDSI എൻജിനേക്കാളും വളരെയധികം വില കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം പേര് വാങ്ങിച്ചില്ല. Later they had a VTEC Plus version also, which had rear disc brakes and ABS. Honda Cityയിൽ ആദ്യമായിട്ട് റിയർ ഡിസ്ക് ബ്രേക്സ് കൊടുത്ത അതിലാണ്. അത് ABS എയർ ബാഗ്സ് ഉണ്ടായിരുന്നു VTEC Plusൽ. പക്ഷേ ദാറ്റ് വാസ് അഗെയിൻ ഈവൻ മോർ ഹയർ പ്രൈസ്ഡ്. അതുകൊണ്ട് തന്നെ ആരും വാങ്ങിച്ചിട്ടില്ല അത്. VTEC നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ജനറേഷനിൽ യു ഗോട്ട് ദ ഫോഗ് ലൈറ്റ്സ്, അലോയ് വീൽസ്, റിയർ സ്പോയിലർ,
അതേപോലെ എക്സോസ്റ്റ് ടിപ്പ് വ്യത്യാസം ഉണ്ടായിരുന്നു. ആൻഡ് ഒരു ലൈറ്റ് ബ്ലൂ കളർ, മെറ്റാലിക് ലൈറ്റ് ബ്ലൂ ഉണ്ടായിരുന്നു, വാസ് എക്സ്ക്ലൂസീവ് ടു ദ VTEC. ഈ ഒരു ഡോൾഫിൻ /ZX ഷേപ്പ് ഹോണ്ട സിറ്റി എന്ന് പറയുമ്പോൾ കുറേ കാലം ഒരു യൂസ് കാർ മാർക്കറ്റിൽ അധികം പേര് പ്രിഫർ ചെയ്തിരുന്നില്ലെങ്കിലും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർക്ക് മനസ്സിലായി ദാറ്റ് ദിസ് കാർ ഹാസ് എ ലോട്ട് ടു ഓഫർ. നമ്മൾ ആ ഒരു സ്റ്റൈലിങ്ങിൻ്റെ ഇത് വിടുകയാണെങ്കിൽ വിച്ച് ഇസ് ടേക്കൺ കെയർ ഓഫ് ഓൺ ദ ZX വേർഷൻ, ദിസ് കാർ ഹാസ് എ ലോട്ട് ടു ഓഫർ ഇപ്പോഴും. കാര്യം നമ്മുടെ സാധാരണ പഴയ ഹോണ്ട സിറ്റിയേക്കാളും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മൈലേജ് കൂടുതലുണ്ടായിരുന്നു. നമുക്ക് ഡെയിലി ഡ്രൈവിനാണെങ്കിൽ ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഇറ്റ്സ് എ വെരി വെരി കംഫർട്ടബിൾ കാർ. ലൈറ്റ് ക്ലച്ച്, ലൈറ്റ് സ്റ്റിയറിംഗ്, നല്ല ഗിയർ ഷിഫ്റ്റാണ്. ഈ ഒരു ഗോൾഫ് ബോൾ എഫക്റ്റ് ഗിയർ നോബ് വാസ് പ്രിറ്റി നൈസ്. ആൻഡ് ഹോണ്ട 2 ഇൻറ്റീരിയർ കളർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. യു ഹാവ് ദ ബേസ് മോഡൽ വിച്ച് ഹാഡ് ദിസ് ഗ്രേ ഇൻറ്റീരിയർ ആൻഡ് ദ GXI ഫുൾ ഓപ്ഷൻ വിച്ച് ഹാഡ് എ ബേജ് ഇൻറ്റീരിയർ വിത്ത് വുഡൻ ഇൻസേർട്സ്. 2005 കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ മേടിച്ചായിരുന്നു. മൈ ഫാദർ ഹാഡ് എ ഡോൾഫിൻ ഷേപ്പ് ഹോണ്ട സിറ്റി, ബ്ലാക്ക് വണ്ടിയായിരുന്നു. അപ്പോൾ അത് ഇനീഷ്യലി എടുത്തപ്പോൾ ഐ ഹേറ്റഡ് ദ കാർ. കാര്യം ഇറ്റ് ലുക്ക് വെരി അഗ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിക്കരുത് എന്തൊരു വണ്ടിയാണ്, ഇതൊക്കെ ആരെങ്കിലും മേടിക്കുമോ എന്നുള്ളത്. പക്ഷേ എനിക്ക് ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ കിട്ടിത്തുടങ്ങിയപ്പോഴേക്കും then I figured out that why he bought that car. കാര്യം ഇറ്റ് വാസ് ജസ്റ്റ് എഫേർട്ട്ലെസ്. നമ്മളൊരു 10 കൊല്ലത്തോളം ആ വണ്ടി വെച്ചു ആൻഡ് ഒരു പ്രശ്നവും അതിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. വി യൂസ്ഡ് ഇറ്റ് എവറിവെയർ. അത്യാവശ്യം നല്ല ലോങ് പോയി, നല്ല മൈലേജ് ഉണ്ടായിരുന്നു, അത്യാവശ്യം ഇറ്റ് വാസ് ക്വൈറ്റ് ചീപ്പ് ടു മെയിൻറ്റെയിൻ ഓൾസോ. ആൻഡ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ദിസ് കാർ മേക്സ് എ വെരി സ്ട്രോങ് കേസ് ഫോർ ഇറ്റ് സെൽഫ്. നമുക്ക് ഇപ്പോൾ യൂസ്ഡ് മേടിക്കാനായിട്ട് ദിസ് ഇസ് ആക്ച്വലി ക്വൈറ്റ് എ ഇൻട്രസ്റ്റിംഗ് ബൈ. നമ്മൾ പലപ്പോഴും മാർക്കറ്റിൽ ഒരു സ്റ്റാർട്ടർ ഒരു കമ്മ്യൂട്ടർ കാർ മേടിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പല മാരുതി വണ്ടികളൊക്കെയാണ് നോക്കണം. ആൻഡ് യു ആർ really paying far too much for those. പക്ഷേ this car now as a used car buy it's quite interesting. കാര്യം പാർട്സ് അത്യാവശ്യം കിട്ടാനുണ്ട്, നല്ല മൈലേജ് ഉണ്ട്, ആൻഡ് ഇറ്റ്സ് എ ഫസ്റ്റ് ഫ്രീ ഓണർഷിപ്പ് എക്സ്പീരിയൻസ്. സോ അത് പറയാൻ കാര്യം ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്, ഉണ്ണി. സോ ഹീസ് പിക്ഡ് അപ്പ് ദിസ് ആസ് ഹിസ് ഫസ്റ്റ് കാർ. ആൻഡ് ഇപ്പോൾ നമ്മൾ ഒരു ഫുൾ കോസ്മെറ്റിക് ആൻഡ് മെക്കാനിക്കൽ റെസ്റ്റോറേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് കാർ വാസ് ഒറിജിനലി എ ഡീപ്പർ മെറൂൺ, ഒരു സ്പെഷ്യൽ ഓപ്ഷൻ കളറായിരുന്നു അത്. പക്ഷേ അവിടെ നിന്ന് ദിസ് ഹാസ് ബീൻ നൗ റീപെയിൻറ്റഡ് ടു നമ്മുടെ പോളോൻ്റെ സൺസെറ്റ് റെഡ്, ലാസ്റ്റ് വന്നിരുന്ന പോളോസിൻ്റെ ആ കളറാക്കി. ആൻഡ് അതുകൊണ്ട് തന്നെ ദിസ് ഹാസ് റിയലി ബ്രൈറ്റൻഡ് അപ്പ് ദ കാർ. സോ അറ്റ് ദ ഗറാജിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്തത്. സോ ദേ ഹാവ് ആഡഡ് എ സ്പോയിലർ, ഇപ്പോൾ അലോയ്സ് ഉണ്ട്. സോ അങ്ങനെ VTECൻ്റെ അത്യാവശ്യം സാധനങ്ങൾ എല്ലാം ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. സ്റ്റിൽ എ വർക്ക് ഇൻ പ്രോഗ്രസ്, തീർന്നിട്ടില്ല. ബട്ട് ഐ തിങ്ക് ഹീസ് ഗോണ ഹാവ് എ ഗുഡ് ടൈം ഡ്രൈവിംഗ് ദിസ് തിങ് അറൗണ്ട്. സോ അങ്ങനെ ദിസ് മോഡൽ വെൻറ്റ് ഓൺ ടിൽ 2008. ദ ZX വെൻറ്റ് ഓൺ ആ ഒരു സമയം വരെ. ആൻഡ് ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ ദി ആരോ ഷോട്ട് ഹോണ്ട സിറ്റി. സോ ഈ ഒരു വണ്ടി ആക്ച്വലി ഹോണ്ടയ്ക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ലേണിംഗ് ലെസൺ ആയിരുന്നു. കാര്യം ഇന്ത്യയിൽ അതുവരെ നമുക്ക് കിട്ടിയിരുന്ന വണ്ടികളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഔട്ട്ഡേറ്റഡ് ആയിട്ട് സാധനങ്ങളാണെങ്കിലും പീപ്പിൾ വെയർ സ്റ്റിൽ റെഡി ടു ബൈ ഇറ്റ്. പക്ഷേ ഈ ഒരു ടൈം ആയിക്കഴിഞ്ഞപ്പോഴേക്കും മാർക്കറ്റ് മാറി, കാര്യങ്ങളെല്ലാം മാറി. ആൻഡ് പീപ്പിൾ വെയർ ലുക്കിംഗ് ഫോർ മോർ മോഡേൺ ഓപ്ഷൻസ്. ആൻഡ് ഈ വണ്ടിയിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അബൌട്ട് കംഫർട്ട് ആൻഡ് അബൌട്ട് ഈസ് ഓഫ് എൻട്രി, എക്സിറ്റ് ഒക്കെ വെച്ചിട്ട് ഹോണ്ട കംപ്ലീറ്റ് അവരുടെ ട്രജക്ടറി മാറ്റി. ആ ഒരു സ്പോർട്ടി ഒരു സെഡാൻ ഉണ്ടാക്കേണ്ട വരും, ദേ വെൻറ്റ് ഓൺ ദ ലക്ഷറി പാത്ത്. ആൻഡ് അങ്ങനത്തെ ഒരു കംഫർട്ട്, ലക്ഷറി, ഈസ് ഓഫ് യൂസ്, ഇതൊക്കെയായി പിന്നെ സിറ്റിയുടെ ഒരു ഹോൾമാർക്ക് ഫീച്ചേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഹോണ്ട എപ്പോഴും ഒരു ജനറേഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഒരു മിഡ് ലൈഫ്, ഒരു ഫേസ് ലിഫ്റ്റും കാര്യങ്ങളും കൊണ്ടുവരും. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ജനറേഷൻ കംസ് അലോങ്. സോ 2003 എൻഡിൽ നമുക്ക് ദ സെക്കൻഡ് ജനറേഷൻ ഹോണ്ട സിറ്റി ഇറങ്ങി. അതിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇടയിൽ വെച്ച് വന്നു. ആൻഡ് അങ്ങനെ 2008 അവസാനം സെപ്റ്റംബർ ആയി കഴിഞ്ഞപ്പോഴാണ് ഹോണ്ട തേർഡ് ജനറേഷൻ സിറ്റി ലോഞ്ച് ചെയ്യുന്നത്, വിച്ച് ഇസ് പോപ്പുലർലി നോൺ ആസ് ദി ആരോ ഷോട്ട്. അഗൈൻ അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് പ്രത്യേകിച്ച് നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ലുക്സ് ലൈക്ക് ദാറ്റ്. ആ ഒരു ലുക്കും ആ ഒരു ഫോക്കസും ഒരു ഡിസൈനും എല്ലാം കൊണ്ട് തന്നെയാണ് അതിനെ ആരോ ഷോട്ട് എന്ന് വിളിച്ചിരുന്നത്. ഇറ്റ്സ് എ മോർ എയറോഡൈനാമിക്, മോർ പ്ലീസിങ്, മോർ സ്റ്റൈലിഷ് കാർ. ഈ വണ്ടി പറയുവാണെങ്കിൽ അമോങ്സ്റ്റ് ഹോണ്ട സിറ്റി എൻതൂസിയാസ്റ്റ് ഇറ്റ്സ് എ വെരി ലവ്ഡ് മോഡൽ. ഇപ്പോഴും പലപ്പോഴും പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രൈവിംഗ് ഹോണ്ട സിറ്റീസ് ഇൻ ടേംസ് ഓഫ് ഓവറോൾ ക്വാളിറ്റി, ബിൽഡ് ആൻഡ് എവറിത്തിങ്. സോ നമുക്ക് ഈ വണ്ടിയുടെയും കുറച്ച് ഡീറ്റെയിൽസിലോട്ട് കടക്കാം. So now into the third generation Honda City or the Arrow Shot. സോ ആരോ ഷോട്ട് എന്ന് പറയുമ്പോൾ അഗൈൻ ഡിസൈനിൻ്റെ പേര് വെച്ചിട്ട് തന്നെയാണ് ആൾക്കാർ അതിനെ അങ്ങനെ വിളിച്ചിരുന്നത്.
ഇതിൽ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഹോണ്ട അഗെയിൻ ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ZX-ഉം ഡോൾഫിനും എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ട്രജക്ടറി കുറച്ച് മാറിയായിരുന്നു. ലൈക്ക് ദേ ഫിഗർഡ് ഔട്ട് ദാറ്റ് ഓക്കെ ആൾക്കാർക്ക് വേണ്ടത് കുറച്ചും കൂടെ ഒരു കംഫർട്ട് ഓറിയൻറ്റഡ് വണ്ടിയാണ്. ബട്ട് എന്നാൽ ദേ ഹാഡ് എ ലോട്ട് ഓഫ് ബാഡ് പ്രസ് ഫോർ ദി എൻജിൻ. കാര്യം വീട്ടൊക്കെ ആ പഴയ എൻജിൻ കഴിഞ്ഞിട്ട് ഒരു അതിനൊരു സക്സസർ ഉണ്ടായില്ല. 100 bhp ഉണ്ടായിരുന്ന വണ്ടി കൂടി 77 bhp ആക്കി. അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആണ് അടുത്ത ജനറേഷനിൽ അവരിതെല്ലാം ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചത്. സോ ഈ വണ്ടി 2008 വരുമ്പോൾ ഇറ്റ് ഹാഡ് എൻ ഓൾ ന്യൂ എൻജിൻ, L15 എൻജിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് അഗൈൻ ആ ട്വിൻ സ്പാർക്ക് പരിപാടിയൊക്കെ എടുത്ത് കളഞ്ഞു. ആൻഡ് അവർ ആലോചിച്ചത് ഈ വണ്ടി നമുക്ക് കുറച്ചും കൂടെ മോഡേൺ ആക്കാം, കുറച്ചും കൂടെ ഒരു യൂത്ത്ഫുൾ ഓഡിയൻസിനെ കൂടെ ടാർഗറ്റ് ചെയ്യണം. കാര്യം അവരെ ആ ZX ഷേപ്പിൽ കുറേയൊക്കെ ഏലിയനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഐഡിയയിൽ ഹോണ്ട ബീങ് ഹോണ്ട പല കാര്യങ്ങളിലും ദേ വെന്റ് ഓവർ ബോർഡ്, പല കാര്യങ്ങളിലും ദേ ഡിഡ്ന്റ് പേ ഇനഫ് അറ്റൻഷൻ. ബട്ട് അഗൈൻ നൗ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ക്യാരക്ടർ ഓഫ് ദിസ് കാർ. ഈ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റ് വെന്റ് അപ്പ് further in the price bracket, and also it had to compete with newer competition. നമുക്ക് വേണ ഉണ്ടായിരുന്നു അപ്പോഴേക്കും, അങ്ങനെ പല മാനുഫാക്ചറേഴ്സും വണ്ടി ഇറക്കി തുടങ്ങി, ലീനിയ. സോ ഓൾ ദീസ് പ്രോഡക്ട്സ് സ്റ്റാർട്ടഡ് കമ്മിങ് ഇൻ ടു ദ മാർക്കറ്റ്. സോ ഇതിനകത്ത് നമുക്ക് കയറി കഴിയുമ്പോഴേക്കും അവർ എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ച്വലി നല്ലോണം ഫിക്സ് ചെയ്തു. ദിസ് എൻജിൻ ഇസ് ആക്ച്വലി എ ജെം. ഇറ്റ്സ് വെരി നൈസ് ടു ഡ്രൈവ്. ഇറ്റ്സ് വെരി ട്രാക്റ്റബിൾ എൻജിനാണ്. നല്ല മിഡ് റേഞ്ച് ആണെങ്കിലും ടോപ്പ് എൻഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല എക്സൈറ്റിംഗ് ആണ് ഓടിക്കാനായിട്ട്. സോ അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം അവർ ക്യാരി ഫോർവേഡ് ചെയ്തു ഈ വണ്ടിയിലോട്ട്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് കുറച്ചും കൂടെ നമുക്ക് സ്പേസും കാര്യങ്ങളെല്ലാം ടൈപ്പ് 1 വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്പേസും കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിലോട്ട് നമുക്ക് വരുമ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ, ദ സ്റ്റൈലിംഗ് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൈലിംഗ് ആണ്. ഇറ്റ് വാസ് മോർ മോഡേൺ. ഇറ്റ് ബ്രോട്ട് ദ സിറ്റി ബാക്ക് ഇൻ ടു ഒരു യൂത്ത്ഫുൾ ഓഡിയൻസ്. ആൻഡ് ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ അവർ കുറേ പരിപാടികൾ ചെയ്തു. ദ ഫസ്റ്റ് തിങ് വാസ് അവർ CD പ്ലെയർ എടുത്തു കളഞ്ഞു. ദിസ് വാസ് ഐ തിങ്ക് ദ ഫസ്റ്റ് കാർ ഇൻ ഇന്ത്യ വിത്തൗട്ട് എ CD പ്ലെയർ. ഒരു ഐപോഡ് പോലെ ഇരിക്കുന്ന ഒരു കൺസോളൊക്കെ കൊടുത്തു അതിന്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്ലാപ്പിനകത്ത് ഇറ്റ് ഹാഡ് ഓൺലി സ്പേസ് ഫോർ എ ഡിജിറ്റൽ മീഡിയ പ്ലെയർ. ഇപ്പോൾ USB പ്ലെയർ കുത്താം, അല്ലെങ്കിൽ ഐപോഡ് കുത്താം. ആ ഒരു കാര്യം ഇപ്പോൾ നമുക്ക് ഭയങ്കര അതിശയമായിട്ടൊന്നും തോന്നില്ല. പക്ഷെ ആ സമയത്ത് അഗൈൻ അത് ഭയങ്കര ഒരു റെവല്യൂഷണറി ആയിരുന്നു. കാര്യം എല്ലാവരും അന്ന് കാസറ്റിൽ നിന്ന് CD വന്നത് ആ ZX ജനറേഷൻ വന്നപ്പോഴാണ്. സോ അവിടെ നിന്ന് നേരെ ആ CD എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദാറ്റ് സീംഡ് ലൈക്ക് എ സ്റ്റെപ്പ് ബാക്ക് ഇൻ ടൈം, ബാക്ക് ഇൻ ദ ഡേ. അത് വാസ് നോട്ട് വെൽ റിസീവ്ഡ്. അതുകൊണ്ട് തന്നെ അടുത്ത ജനറേഷനിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അവർ CD ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ അപ്പോഴേക്ക് CD ഒക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് ഹോണ്ട ആലോചിക്കേണ്ടി ഇവന്മാർക്ക് എന്ത് കൊടുത്താലും പ്രശ്നമാണല്ലോ എന്ന്. എന്തായാലും ആ ഒരു കാര്യം ഒഴിച്ച് ദിസ് വാസ് ആക്ച്വലി എ വെരി സക്സസ്ഫുൾ കാർ. ഹോണ്ടയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് കൊണ്ടുവന്നൊരു വണ്ടിയായിരുന്നു ഇത്. ഇതിനും ഒരു മിഡ് ലൈഫ് ഫേസ് ലിഫ്റ്റ് ഇടയിൽ വെച്ച് കൊടുത്തായിരുന്നു. സോ ദാറ്റ് വാസ് അഗെയിൻ എ വെരി മൈനർ ഫേസ് ലിഫ്റ്റ്. യു ഹാഡ് ക്രോം ഗ്രിൽസ് കാര്യങ്ങൾ വന്നു, ഫ്രണ്ട് ബമ്പർ മാറി, റിയർ ബമ്പർ, വീൽസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാറി. സോ ഈ വണ്ടി ഏറ്റവും ഒരു സ്ലാക്ക് കിട്ടിയിരുന്നത് വെൻ ഇറ്റ് വാസ് ലോഞ്ച്ഡ് വാസ് ഫോർ ദ ഇൻറ്റീരിയേഴ്സ്. കാര്യം വൈൽ ദ എക്സ്റ്റീരിയർ, ദ എൻജിൻ, സസ്പെൻഷൻ, ബ്രേക്കിംഗ്, ഹാൻഡ്ലിംഗ് എല്ലാത്തിലും അത് ഇമ്പ്രൂവ് ചെയ്തെങ്കിലും ഇൻറ്റീരിയേഴ്സ് വാസ് എ സ്റ്റെപ്പ് ബാക്ക് കമ്പയർഡ് ടു ദ ZX. കാര്യം പഴയതിലുണ്ടായിരുന്ന ആ വുഡ് ട്രിമ്മും ഇൻറ്റീരിയേഴ്സും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ പ്ലെയിൻ ആയിരുന്നു. ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസിന് ആൾക്കാർ കുറച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ അവർ കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്തു. ലാസ്റ്റ് ഉണ്ടായിരുന്ന ZX ഫേസ് ലിഫ്റ്റ് നോക്കുകയാണെങ്കിൽ അതിന് റിയർ ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, വിച്ച് വാസ് മിസ്സിംഗ് ഓൺ ദിസ് കാർ. പക്ഷേ ഇതിന് സ്റ്റാൻഡേർഡായിട്ട് എയർ ബാഗ്സും ABS അവർ കൊടുത്തായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ഓൾസോ ഒരു ഇൻഡസ്ട്രി ചേഞ്ചിങ് ഡിസിഷൻ. കാര്യം അതുവരെ അങ്ങനെ ആരും ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് അതിന് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് കണ്ടിരുന്നില്ല. ബട്ട് ഹോണ്ട സെൻസ് ദാറ്റ് ഏർലി ആൻഡ് ദേ ഓൾവേസ് കണ്ടിന്യൂഡ് വിത്ത് ദാറ്റ്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴും ഇറ്റ് ഹാഡ് 2 ട്രാൻസ്മിഷൻസ്. സോ ഫസ്റ്റ് ഓഫ് ദ 5-speed മാനുവൽ ലൈക്ക് ഓൾ ദ അതർ ഹോണ്ട സിറ്റീസ്. ആൻഡ് ഇതിനകത്ത് ഒരു ടോർക്ക് കൺവേർട്ടറിലോട്ട് അവർ തിരിച്ചുപോയി, ഓട്ടോമാറ്റിക്. ഇറ്റ് വാസ് എ 5-speed ടോർക്ക് കൺവേർട്ടർ വിത്ത് പാഡൽ ഷിഫ്റ്റ്സ്, വിച്ച് വാസ് അഗെയിൻ ആ സമയത്ത് ഒരു ഇൻഡസ്ട്രി ഫസ്റ്റ് ആയിരുന്നു. ആസ് ഇൻ ഈ ഒരു സെഗ്മെൻറ്റിൽ നോബഡി ഹാഡ് സീൻ പാഡൽ ഷിഫ്റ്റേഴ്സ്. സോ ദാറ്റ് വാസ് റിയലി ഗ്രൗണ്ട് ബ്രേക്കിംഗ്. നമുക്ക് ഹോണ്ട സിവിക്കിൽ കണ്ടിട്ടുണ്ട് ആൻഡ് എല്ലാവർക്കും അതിൽ വേണമെന്നുണ്ടായിരുന്നു. ബട്ട് നോട്ട് എവറി വൺ കുഡ് അഫോർഡ് എ സിവിക്. ആ ഒരു ക്ലയൻറ്റേലിനും കൂടെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇതിന് പാഡൽ ഷിഫ്റ്റേഴ്സ് പോലത്തെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനീഷ്യലി ഈ വണ്ടി ലോഞ്ച് ചെയ്തപ്പോൾ അലോയ് വീൽസ് ഇല്ലായിരുന്നു, അങ്ങനെ കുറേ ബേസിക് സാധനങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. ബട്ട് ഓൾ ഓഫ് ദാറ്റ് വാസ് ആഡഡ് ഓവർ ടൈം. ലെതർ ഇൻറ്റീരിയേഴ്സ് വന്നു, അലോയ് വീൽസ് ആൻഡ് ഈ 15-inch വീൽസായി. അങ്ങനെ കുറേ ചെറിയ ചെറിയ മാറ്റങ്ങൾ അക്രോസ് ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ അവർ ചെയ്ത് ഇത് ആസ് മച്ച് ആസ് പോസിബിൾ ഇത് ഫ്രഷ് ആക്കിയിട്ട് തന്നെ വെച്ചു.
And even now, after all these years, used car market, this is quite desirable. അത്യാവശ്യം ഒരു ഡീസൻറ്റ് കണ്ടീഷനിലിരിക്കുന്ന വണ്ടിക്ക് ഇപ്പോഴും ഒരു 3 ലക്ഷം രൂപയിലും മേലെ കൊടുക്കണം, which is really quite something. കാര്യം it was maybe twice that or it's little more than that when it was new. അപ്പോൾ ഇത്രയും കാലമായിട്ടും again goes to prove that ഹോണ്ടയുടെ ആ ലെജൻഡറി റിലയബിലിറ്റിയും അതേപോലെ ease of service, ease of repair എല്ലാ കാര്യങ്ങളും ഈ വണ്ടിക്കും ഉണ്ട്. So this car again, എൻ്റെ ഫ്രണ്ട് ഇർഫാൻ്റെ ഡെയിലി ഡ്രൈവാണ്. So he's been using this car from new and അവർക്കും hasn't had any issues till date. It's been serving tirelessly all these years, and അതുകൊണ്ട് തന്നെ this makes a very nice used car buy to look forward to at this point of time. അങ്ങനെ 2008 മുതൽ 2013 വരെ ദി ആരോ ഷോട്ട് സിറ്റി വാസ് ഓൺ സെയിൽ. ഇടയിൽ വെച്ച് അഗെയിൻ ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. പക്ഷേ വൈൽ പീപ്പിൾ ലവ്ഡ് എ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ദാറ്റ് കാർ, ആ വണ്ടിയിലും കുറേ പോരായ്മകൾ ആൾക്കാർ പറഞ്ഞായിരുന്നു. അതേപോലെ മാർക്കറ്റ് ആക്ച്വലി ആ ഒരു സമയമായപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഹോട്ടനപ്പ് ചെയ്തു. എല്ലാ വണ്ടികളും അത്യാവശ്യം കുറേ എക്വിപ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കാൻ തുടങ്ങി, കൂടുതൽ സ്പേസ് കൊടുക്കാൻ തുടങ്ങി. ആൻഡ് ദാറ്റ് ഒരു മിഡ് സൈസ് സെഡാൻ തൊട്ട് കുറച്ചുകൂടി വലിയ സെഡാനിലേക്കുള്ള ആ ഒരു ഗ്യാപ്പ് അങ്ങോട്ട് കുറഞ്ഞു. കാര്യം വാട്ട് എവർ പ്രീമിയം സെഡാൻസ് യു ഹാഡ് സ്ലോലി ഗോയിങ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ് 1 by 1. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഹോണ്ടയ്ക്കാണെങ്കിലും ദേ ഡിസൈഡഡ് ഓക്കെ നമുക്ക് സിറ്റി എന്നുള്ള ബ്രാൻഡിനെ കുറച്ചുകൂടി അപ്പ് മാർക്കറ്റ് ആക്കാം. സോ നമ്മൾ തുടക്കം തൊട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ജനറേഷനിലും സിറ്റി ഓരോ ജനറേഷൻ വരുമ്പോൾ പ്രൈസ് കൂടി വന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ സൈസും കൂടി, കംഫർട്ട് കൂടി, അങ്ങനെ ഒരു നെക്സ്റ്റ് മാർക്കറ്റ് കാറ്റഗറിയിലോട്ട് പോയി തുടങ്ങിയായിരുന്നു. സോ ഈ സിറ്റി, ദാറ്റ് ഈസ് ദ 4th generation സിറ്റി 2013 ഇറങ്ങുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ ഹ്യൂജ് ലീപ്പ് ഫോർവേഡ് ഇൻ ടേംസ് ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ് വിത്ത് ഓൾ ദ പ്രീവിയസ് സിറ്റീസ്, എസ്പെഷ്യലി സ്പേസ്, ഡയമെൻഷൻസ് എല്ലാത്തിലും ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ വണ്ടി അഗെയിൻ വാസ് ഹോണ്ടാസ് ലോങ്ങസ്റ്റ് സെല്ലിംഗ് സിറ്റി. കാര്യം അടുത്ത ജനറേഷൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പോലും കുറേ കൊല്ലം ഈ വണ്ടി വിറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങളിലോട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കടക്കാം. ആരോ ഷോട്ട് സിറ്റി കഴിഞ്ഞിട്ട് അവരടുത്ത ജനറേഷൻ ഇറക്കി, ദാറ്റ് ഈസ് ദ 4th generation സിറ്റി. 2013 and 2014 ബിഗിനിങ്ങിലാണ് ഈ വണ്ടി ലോഞ്ച് ആവുന്നത്. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി എ ഹ്യൂജ് ലീപ്പ് എഹെഡ് ഇൻ ഓൾമോസ്റ്റ് എവറി റെസ്പെക്ട് ഫ്രം ദി ആരോ ഷോട്ട് സിറ്റി. കാര്യം വണ്ടി ഡയമെൻഷൻ വൈസ് ഭയങ്കരമായിട്ട് വലുതായി. ആൻഡ് അഗെയിൻ ആ ഒരു ഹോണ്ട ഒരു കാറ്റഗറി സ്ട്രാഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ വണ്ടി കുറച്ചുകൂടെ അങ്ങോട്ട് വലുതാക്കി. റിയർ സീറ്റ് കംഫർട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു, സ്പേസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ബിക്കോസ് യു ഹാഡ് കോമ്പറ്റീഷൻ ലൈക്ക് ദ സിയാസ് വിച്ച് വാസ് കമ്മിങ് ഇൻ, അതിനും നല്ല സ്പേസ് ഉണ്ട് ബാക്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിവിക് ഡിസ്കണ്ടിന്യൂ ആയി. സോ ഇങ്ങനത്തെ പല പല കാര്യങ്ങളിലും വെച്ചിട്ട് അവർ ഈ വണ്ടി കുറച്ചും കൂടെ അപ്പ് മാർക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് ഇത് ഇറക്കിയത്. ഇതിന് മുമ്പേ ഉള്ള ജനറേഷൻ, ദാറ്റ് ഈസ് ആരോ ഷോട്ടിൽ ആൾക്കാർ പറഞ്ഞിരുന്ന കംപ്ലയിൻറ്റ്സ് എല്ലാം അവർ അഡ്രസ്സ് ചെയ്യാനാണ് ഇതിനെ ശ്രമിച്ചത്. സോ ദിസ് ഈസ് മൈ ഓൺ കാർ. 2014 നമ്മൾ മേടിച്ചതാണിത്. സോ ഈ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇതിനകത്ത് ദേ മേഡ് ദ ഇൻറ്റീരിയേഴ്സ് വേ ബെറ്റർ ദാൻ ദി ആരോ ഷോട്ട്. ഇപ്പോൾ ഒരു ജനറൽ ആംബിയൻസ് ആണെങ്കിലും ഇതൊരു ഭയങ്കര മോഡേൺ ആയി. ഈ വണ്ടിയുടെ മീറ്റർ കൺസോൾ ആണെങ്കിലും ഒരു ചെറിയ MID, ഒരു മോഡേൺ MID വന്നു. പിന്നെ അതേപോലെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം അത്യാവശ്യം രസമാണ്. ഇപ്പം ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും. സോ വി ഹാഡ് ദിസ് കാർ ഫോർ 9 years now and it still feels fresh and nice. കാര്യം ജനറലി മെറ്റീരിയൽസ് എല്ലാം കുറച്ചും കൂടെ നന്നാക്കിയിട്ടുണ്ട്. പക്ഷേ ഓൾ വാസ് നോട്ട് റോസി. കാര്യം ഈ ഒരു ജനറേഷൻ ഇറങ്ങിയ ഉടനെ ദ വെരി ഫസ്റ്റ് ബാച്ച് ഓഫ് കാർസ് ഹോണ്ടയ്ക്ക് ആക്ച്വലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തായിരുന്നു വിത്ത് റിഗാർഡ്സ് ടു റബ്ബർ ബീഡിങ്ങിൻ്റെ ക്വാളിറ്റി, അതേപോലെ കുറച്ച് ട്രിംസ്, മെറ്റീരിയൽസ് ഒക്കെ ആൾക്കാർ ആക്ച്വലി കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു എന്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന്. ആൻഡ് ദേ ആക്ച്വലി സ്റ്റോപ്ഡ് production for a while, fixed all of that and then started delivering the cars. കാര്യം നമ്മൾ ഈ വണ്ടി ഇത് ലോഞ്ച് ആയ ഉടനെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ബുക്ക് ചെയ്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 2 weeksനുള്ളിൽ അവർ പ്രൊഡക്ഷൻ പോസ് ചെയ്തായിരുന്നു. ആൻഡ് ഈ പറഞ്ഞ ബാക്കി ഫിക്സുകളും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ പിന്നെ വണ്ടി വരുള്ളൂ എന്ന് പറഞ്ഞ് വി വെയിറ്റഡ് ഓൾമോസ്റ്റ് 6 or 7 months ആ കാലത്ത്. ഇപ്പം അത് നോർമലാണ്, പക്ഷേ ആ കാലത്ത് അങ്ങനെ 6-7 മാസം ഒന്നും ഇതിന് വെയിറ്റിംഗ് ഇല്ലാത്തൊരു സമയമായിരുന്നു. ബട്ട് വി ഹാഡ് ടു വെയിറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ടു ഗെറ്റ് ദിസ് കാർ. ആൻഡ് ഒരു കണക്കിന് നന്നായി. കാര്യം നമുക്കിതിപ്പോൾ 9 years ആൻഡ് അബൌട്ട് 9 മേലെയായി വണ്ടി. ആൻഡ് ഇന്ന് വരെ ടിൽ ഡേറ്റ് ഒരു സിംഗിൾ ഫോൾട്ടോ ഒരു സിംഗിൾ കംപ്ലയിൻറ്റോ ഓർ എനി റീസൺ ടു റിഗ്രറ്റ് ദ പർച്ചേസ് നമുക്ക് ഈ വണ്ടി തന്നിട്ടില്ല. ഇറ്റ്സ് ബീൻ ആൻ അബ്സല്യൂട്ട്ലി എന്താ പറയുക എഫേർട്ട്ലെസ് ആൻഡ് സ്മൂത്ത് ഓണർഷിപ്പ് എക്സ്പീരിയൻസ്. സോ ഈ വണ്ടി അഗൈൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആരോ ഷോട്ട് ജനറേഷനിൽ
മെക്കാനിക്കലി ഒരു അപ്ഗ്രേഡാണ്. അങ്ങനെ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് കാറല്ല. നമ്മളൊരു ടൈപ്പ് 1 ടു ടൈപ്പ് 2 പോയ പോലെ, അല്ലെങ്കിൽ ടൈപ്പ് 2 ടു ടൈപ്പ് 3 പോലെ അല്ല. ഇതൊരു റെവല്യൂഷനല്ല, ഒരു എവല്യൂഷനായിരുന്നു. അതുകൊണ്ട് തന്നെ പീപ്പിൾ ഡിഡ്ന്റ് ഹാവ് മെനി ഒരു നെഗറ്റീവ് ഓർ കോൺട്രഡിക്ടറി വ്യൂസ് ആയിട്ട് ആർക്കും ഉണ്ടായിരുന്നില്ല ഇതിനെ പറ്റിയിട്ട്. എവറിബഡി ജനറലി ലൈക്ക് ദ കാർ. സ്പേസ് കൂടിയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് റിയർ സീറ്റ് പാസഞ്ചേഴ്സിന് ദേ ലവ് ദിസ് തിങ്. ആൻഡ് അഗെയിൻ ഹോണ്ട എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, അവരുടെ ഭയങ്കര ഒരു വിയർഡ് ഫിലോസഫിയാണ് ഓട്ടോമാറ്റിക്കിൽ. ആദ്യം ടോക്ക് കൺവേർട്ടർ കൊടുത്തു, അടുത്ത ജനറേഷനിൽ CVT ആയി, അടുത്തതിൽ ടോക്ക് കൺവേർട്ടർ കൊടുത്തു, ഈ ജനറേഷൻ വന്നു പിന്നെ CVT ആയി. അഗെയിൻ 7 സ്റ്റെപ്പ് CVT ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പാഡൽ ഷിഫ്റ്റ്സ് ഉണ്ട്. പാഡൽ ഷിഫ്റ്റ് അഗെയിൻ ഗിയർ ഇല്ല CVTക്ക്, ബട്ട് ഇത് ഒരു വെർച്വൽ റേഷ്യോസിൻ്റെ അഗെയിൻസ്റ്റ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു പാഡൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അത്യാവശ്യം ഓവർടേക്കിംഗ് സിറ്റുവേഷൻസിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇതിൻ്റെ പാഡൽ ഷിഫ്റ്റ്സ്. ആൻഡ് ദാറ്റ് വിൽ മാസ്ക് ദ CVT ആ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ടു എ ഫെയർ ഡിഗ്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓടിക്കാൻ അത്യാവശ്യം നല്ലതായിരുന്നു. സോ പവർ വൈസ് ഇറ്റ് വാസ് ആക്ച്വലി ക്വൈറ്റ് നൈസ്. ഇതിൻ്റെ മാനുവൽ വേർഷൻസ് ഭയങ്കര രസമാണ് ഓടിക്കാനായിട്ട്. ഓട്ടോമാറ്റിക് ഇസ് ക്വൈറ്റ് ഡീസൻറ്റ്. ഇതിൻ്റെ കൺവീനിയൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ഓടിച്ചടക്കാം. ഇറ്റ്സ് എ കാർ ദാറ്റ് യു ലുക്ക് ഫോർവേഡ് ടു ഡ്രൈവിംഗ്. ഈ ഇടയ്ക്ക് ഞാനിതും കൊണ്ട് ബോംബെ പോയിരുന്നു ഈ വണ്ടിയും കൊണ്ട്. ആൻഡ് ഐ വാസ് ഗെറ്റിംഗ് അബൌട്ട് 17.5 കിലോമീറ്റേഴ്സ് ഓൾമോസ്റ്റ് ത്രൂ ദ ഹോൾ ട്രിപ്പ്. അപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് യൂസബിൾ. പക്ഷേ എഫിഷ്യൻസിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇതിനകത്ത് ഈ ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര വലിയൊരു ചേഞ്ച് വന്നു. ദാറ്റ് ഹോണ്ട ആദ്യമായിട്ട് ഒരു ഡീസൽ എൻജിൻ ഹോണ്ട സിറ്റിയിൽ ഓഫർ ചെയ്തു എന്നുള്ളത്. സോ ഹോണ്ടയുടെ എർത്ത് ഡ്രീംസ് ID.Tech എഞ്ചിനായിരുന്നു ഇതിൻ്റെ ഉണ്ടായിരുന്നത്. ഇനീഷ്യലി ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദ മീഡിയ ആൻഡ് ദ പ്രസ് ആൻഡ് എവറിബഡി വേ വൈനിങ് അബൌട്ട് ഹൗ ലൗഡ് ഇറ്റ് വാസ്, ഹൗ അൺറിഫൈൻഡ് ഇറ്റ് വാസ്. പക്ഷേ അത് ഹൗ എഫിഷ്യൻറ്റ് ഇറ്റ് വാസ് എന്നുള്ള കാര്യം കൂടെ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പീപ്പിൾ ജസ്റ്റ് ലവ് ദ തിങ്. ഇഷ്ടം പോലെ ആ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട് അത്. ആൻഡ് ഇപ്പോഴും ഇറ്റ് കമാൻഡ്സ് എ സോളിഡ് റീസെയിൽ ഇൻ ടുഡേസ് മാർക്കറ്റ്. ആൻഡ് ആ ഒരു കാരണം കൊണ്ട് തന്നെ അതിന് ഇറ്റ് വാസ് ഏബിൾ ടു ഫെൻഡ് ഓഫ് കോമ്പറ്റീഷൻ ഫ്രം ദ വേർണ ആൻഡ് ദ സിയാസ് ഡീസൽ ഫോർ എ ലോങ് ടൈം. ഈ വണ്ടി എത്ര ഇമ്പോർട്ടൻ്റ് ആ ഹോണ്ടയ്ക്ക് എന്ന് അറിയണമെങ്കിൽ യു ഷുഡ് ജസ്റ്റ് ലുക്ക് അറ്റ് ദ ലൈഫ് സൈക്കിൾ. കാര്യം ബാക്കി എല്ലാ വണ്ടികളും ഏതാണ്ട് അത്യാവശ്യം ഒരു 5 വർഷം ആ ഒരു ടൈം ഫ്രെയിമിൽ ഹോണ്ട റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വണ്ടി 2013 തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞ കൊല്ലം വരെ ഈ വണ്ടി ഉണ്ടായിരുന്നു. ആൻഡ് ദ റീസൺ ഇസ് ദാറ്റ് അവർ ഇതിൻ്റെ അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞ 5th ജനറേഷൻ ഹോണ്ട സിറ്റി ഇറക്കിയെങ്കിലും ഈ വണ്ടി അവർ പ്രൊഡക്ഷൻ നിർത്തിയില്ല. ദ ഹയർ എൻഡ് വേർഷൻസ് അവർ നിർത്തി, അതിൻ്റെ ഓട്ടോമാറ്റിക്കും അതേപോലെ ഹൈ എൻഡ് വേർഷൻസ് ഒക്കെ നിർത്തി. പക്ഷേ ദ സ്റ്റാൻഡേർഡ് മോഡൽസ് കണ്ടിന്യൂഡ്, അത്യാവശ്യം വെൽ എക്വിപ്ഡ് ആയിട്ട് ഓൾ ദ സ്റ്റാൻഡേർഡ് മോഡൽസ് കണ്ടിന്യൂഡ് സെല്ലിംഗ് വെൽ അൺടിൽ ഓൾമോസ്റ്റ് ലാസ്റ്റ് ഇയർ. ഇൻ ട്രൂ ഹോണ്ട ഫാഷൻ ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതിനും ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. ക്ലിയർ ലെൻസ്, കുറച്ചുകൂടെ LED ഹെഡ് ലൈംസ്, അതേപോലെ കുറച്ചുകൂടെ എയർ ബാഗ്, 6 എയർ ബാഗ്സ് വന്നു. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്കും അവർ ഓഫർ ചെയ്തായിരുന്നു. ആൻഡ് ദാറ്റ് ഹെൽപ്ഡ് പുഷ് ദ വെഹിക്കിൾ ഓൾ ത്രൂ അറ്റ്ലീസ്റ്റ് ഒരു അനദർ 2-3 ഇയേഴ്സ് ഈ വണ്ടി ഫ്രഷ് ആയിട്ട് വെക്കാനായിട്ടും അതേപോലെ ഇതിൻ്റെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് അതേപോലെ കണ്ടിന്യൂ ചെയ്യാനായിട്ടും ദാറ്റ് മൈനർ ഫേസ് ലിഫ്റ്റ് ഹെൽപ്ഡ്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ടു ബൈ വൺ, ഇത് ഓൾമോസ്റ്റ് കറണ്ട് മോഡൽ ആയതുകൊണ്ട് ഇത് അങ്ങനെ ഭയങ്കരമായിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. വേറെസ് ന്യൂ കാർ പ്രൈസസ് ഹാവ് ഗോൺ സിഗ്നിഫിക്കൻ്റ്ലി ഹയർ. അപ്പോൾ ഇഫ് യു ആർ ബൈയിങ് വൺ ഓഫ് ദീസ് നൗ, ഇത് സ്റ്റിൽ ഇറ്റ്സ് എ കറണ്ട് മോഡൽ എന്ന് തന്നെ പറയുന്നത്. ഇപ്പം എൻ്റെ ഒരു വ്യൂവിൽ തന്നെ ഒരു 4 വണ്ടി ഇവിടെ എനിക്ക് കാണാം. ലൈക്ക് there's one parked here, there's one going there, there's one more parked there. So ഇത് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇങ്ങനെ ഓടിക്കുന്ന നാട്ടിലാണ് നമുക്ക് അഡാസ് ഒക്കെ കൊടുക്കുന്നത്, കൊള്ളാം. ബട്ട് സോ ഇത് അത്യാവശ്യം ഒരു നല്ലൊരു പോപ്പുലർ വണ്ടി ആയിരുന്നു. ആൻഡ് യൂസ് കാർ മാർക്കറ്റിൽ സ്റ്റിൽ ക്വൈറ്റ് എൻ ഇൻട്രസ്റ്റിംഗ് കാർ ടു ബൈ. ആൻഡ് ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ഇൻ ടു എ മോഡേൺ ഹോണ്ട ആൻഡ് ആ ഒരു ഡെയിലി ഡ്രൈവ് വിത്ത് സം കംഫർട്ട് ആൻഡ് അത്യാവശ്യം ലോങ്ങും പോകാൻ പറ്റുന്നൊരു വണ്ടിയാണെങ്കിൽ ദിസ് ഈസ് എ ഗുഡ് ചോയ്സ് ടു ഗോ ഫോർ ഇൻ ദീസ് ടൈംസ്. അങ്ങനെ 4 ജനറേഷൻസ് ഓഫ് മാർക്കറ്റ് ഡോമിനൻസ് കഴിഞ്ഞിട്ട് ഹോണ്ട ആ ഒരു റൂൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയ ലേറ്റസ്റ്റ് ജനറേഷനാണ് ദ 5th ജനറേഷൻ ഹോണ്ട സിറ്റി. സോ അഗെയിൻ ട്രൂ ടു ഹോണ്ട സ്റ്റാൻഡേർഡ്സ്, അവനൊരു പ്രീ ഫേസ് ലിഫ്റ്റും ഫേസ് ലിഫ്റ്റും ഉണ്ടായിരുന്നു. സോ ദിസ് ഇസ് ദ പ്രീ ഫേസ് ലിഫ്റ്റ് കാർ. അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല. ബട്ട് ഓവർ ദ ഇയേഴ്സ് അഗെയിൻ മാർക്കറ്റ് റിക്വയർമെൻറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെ അവർ സ്പേസിൻ്റെ കാര്യത്തിലും സ്പേസ് മാനേജ്മെൻറ്റ് ആൻഡ് അതേപോലെ എക്വിപ്മെൻറ്റും കാര്യങ്ങളെല്ലാം അവർ വളരെയധികം കൂട്ടിയായിരുന്നു. സോ നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അങ്ങനെ we have come to the last and final, the current generation of the city, the 5th generation. So
fourth generation കഴിഞ്ഞിട്ട് ആക്ച്വലി ഹോണ്ട ഐ തിങ്ക് ദേ റാൻ ഔട്ട് ഓഫ് ഐഡിയാസ് ലിറ്റിൽ ബിറ്റ് ബിക്കോസ് ദാറ്റ് കാർ വാസ് ഓൾസോ വെരി കോമ്പറ്റൻറ്റ്. അപ്പോൾ ആ വണ്ടി ഓഫർ ചെയ്തിരുന്ന എല്ലാ സാധനവും കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ രീതിയിൽ ഓഫർ ചെയ്യാമെന്നുള്ളതാണ് ഹോണ്ട ഇതിൽ വിചാരിച്ചിട്ടുള്ളത്. ദ കാർ ഗ്രൂ ഡയമെൻഷനലി. ഇത് അത്യാവശ്യം 8 Gen Civicൻ്റെ അത്രയും തന്നെ ഒരു വലിയൊരു വണ്ടിയായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ആൻഡ് ഇൻറ്റീരിയർ സ്പേസ് അഗൈൻ സിറ്റിക്ക് ഒരിക്കലും ഒരു കുറവുണ്ടായിരുന്ന സാധനമല്ല. ആൻഡ് എസ്പെഷ്യലി വിത്ത് ദ 4th and 5th Gen they have really outdone themselves. ഇപ്പോൾ വേണ അല്ലെങ്കിൽ ബാക്കിയുള്ള ആ സെഗ്മെൻറ്റിലെ വേണ, വെൻറ്റോ, റാപ്പിഡ്, വാട്ട് എവർ യു ആർ ലുക്കിംഗ് അറ്റ് ഫ്രം ദാറ്റ് സെഗ്മെൻറ്റ്, അതിനേക്കാളൊക്കെ സിഗ്നിഫിക്കൻ്റ്ലി മോർ ക്യാബിൻ സ്പേസ്, ലെഗ് സ്പേസ് എല്ലാ രീതിയിലും ഉണ്ടായിരുന്നൊരു വണ്ടിയാണ് ഈ 5th Generation സിറ്റി. ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എൻജിൻ മാറിയതാണ്. സോ ഇത്രയും കാലം നമുക്ക് ഇന്ത്യയിൽ കൊടുത്തിരുന്ന എല്ലാ ഹോണ്ട സിറ്റിയും സിംഗിൾ ഓവർ ഹെഡ് ക്യാം ആയിരുന്നു. വേറസ് ഈ ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇറ്റ് ബിക്കം എ ഡബിൾ ഓവർ ഹെഡ് ക്യാം. ആൻഡ് അതുകൊണ്ട് തന്നെ എൻജിൻ ഇറ്റ്സ് എ വെരി ഫ്രീ റൈവിങ്, വെരി പഞ്ചി യൂണിറ്റ്. ഓടിക്കാൻ അത്യാവശ്യം നല്ല രസമാണ്. വൈൽ ദ CVT ഡൾസ് റെസ്പോൺസ് ടു എ ബിറ്റ്, ഈവൻ വിത്ത് ദ CVT അത്യാവശ്യം നല്ലതാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട്. റിഫൈൻമെൻറ്റ് ലെവൽസ് ഹാവ് ഗോൺ അപ്പ് സിഗ്നിഫിക്കൻ്റ്ലി. ഇറ്റ് ഫീൽസ് ദ ക്യാബിൻ ഫീൽസ് ക്വൈറ്റ് വെൽ ബിൽറ്റ്. നല്ലൊരു ഒരു ടൈറ്റ് ഫീലിംഗ് ആണ് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത്. ആൻഡ് ഡിസൈൻ അഗൈൻ ഭയങ്കര മോഡേണായി. ആ ഒരു ടച്ച് സ്ക്രീൻ ക്ലൈമറ്റ് കൺട്രോൾ പോയി. വൈൽ ദാറ്റ് ലുക്ക്ഡ് ഗുഡ് ഓൺ ദ 4th Generation ഹോണ്ട സിറ്റി. അതിപ്പോൾ 9 കൊല്ലം ഞാൻ യൂസ് ചെയ്തിട്ട് പോലും എനിക്കിപ്പോഴും അതിനകത്ത് AC-യുടെ ഫാനിൻ്റെയോ സ്പീഡ് മാറ്റണമെങ്കിൽ താഴത്തേക്ക് നോക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. സോ ഇതിനകത്ത് ചെറിയ കൂൾ ആനിമേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ആ ലൈറ്റ് റെഡ് ആവും, അതേപോലെ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ ഈ ലൈറ്റ് ബ്ലൂ ആവും. സോ അങ്ങനെ ചെറിയ കുറച്ച് ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്യാവശ്യം ഒരു ആ ക്യാബിൻ ആംബിയൻസ് ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സോ ഈ വണ്ടി ഇനീഷ്യലി ഇറങ്ങിയപ്പോൾ ദേ വർ നോട്ട് ഷുവർ ഹൗ ടു പ്രൈസ് ഇറ്റ് എന്ന് തോന്നുന്നു. കാര്യം പഴയ സിറ്റിനേക്കാളും നല്ലോണം പ്രൈസ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിതിന് ആദ്യം ഇറങ്ങിയപ്പോൾ ഒരു പ്രോപ്പർ ബേസ് മോഡലായിട്ട് ഇറക്കിയില്ല. പക്ഷേ ദ 4th Generation സിറ്റി കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ് ഡ്യൂട്ടി. സോ സ്റ്റാർട്ടിംഗ് വേരിയൻസ് എല്ലാം അതായിരുന്നു. കുറച്ചുകൂടെ ലക്ഷൂറിയസ് വേരിയൻസ് ആവശ്യമുള്ളപ്പോൾ പീപ്പിൾ വുഡ് ബൈ ദിസ് വൺ. ആൻഡ് ഓട്ടോമാറ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ യു ഹാവ് ടു ബൈ ദിസ് വൺ എന്നാണ്. അഗൈൻ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ട് മോഡലാണ്, എല്ലാവരും ഇതിൻ്റെ റിവ്യൂസ് കണ്ടിട്ടുണ്ടാവും, ഓടിച്ച് നോക്കിയിട്ടുണ്ടാവും. സോ അഗൈൻ ലൈറ്റും കാര്യങ്ങളും എല്ലാം പോയി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് വി വിൽ ഹാവ് ടു റാപ്പ് ദിസ് അപ്പ് നൗ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഓൾ ദ ജനറേഷൻസ് ഓഫ് ദ ഹോണ്ട സിറ്റി ഇതിങ്ങനെ മാറ്റി എനിക്ക് ബാക്ക് ടു ബാക്ക് ഓടിച്ചപ്പോഴും ഇറ്റ് റിയലി ഗേവ് മി എ ഗുഡ് പെർസ്പെക്റ്റീവ് ഓൺ ടു എത്രത്തോളം ഈ വണ്ടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇതിൻ്റെ ആ ഒരു ജേർണി, ഒരു കോൺസ്റ്റൻറ്റ് ജേർണി ഫ്രം ദ Type 1 ഹോണ്ട സിറ്റി തൊട്ട് ഇപ്പോൾ വരെ എങ്ങനെ അതിൻ്റെ ഒരു എവല്യൂഷനും കാര്യങ്ങളും എല്ലാം കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ക്വൈറ്റ് എക്സൈറ്റഡ് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഐ ബീൻ ഏബിൾ ടു കൺവേ ദാറ്റ് ടു യു ഓൾസോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ റാപ്പപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോനെ പറ്റിയിട്ടുള്ള കമൻസും കാര്യങ്ങളെല്ലാം ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു ദ ചാനൽ ആൻഡ് ഷെയറിങ് ദ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.